നബിദിനാഘോഷം എന്ന ഇബാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാബത്തോ താബിഇകളോ മാതൃക കാണിക്കാത്തതുമാണ്. മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും നബിദിനാഘോഷം എന്ന ഇബാദത്ത് പരിചയമില്ല. ഈ പ്രസ്താവന നിർവഹിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുള്ളത്. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? ഇത് ശരിയാണോ? അതല്ല നബിയും സ്വഹാബത്തും താബികൾക്കൊക്കെ പരിചയമുണ്ട് എന്നാണോ? ഇതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യം. അത് ചോദിക്കാൻ കാരണം, കുറേ വർഷങ്ങളായി റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാട് മുഴുവൻ ബോർഡും ഫ്ലക്സും വെക്കാറുണ്ട്. സ്വഹാബിമാർ നബിദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഹസൻ ബസ്രി പറഞ്ഞു, മഅറൂഫുൽ ഖർഖി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാട് നീളെ നിങ്ങളെ പ്രവർത്തകന്മാർ സാധാരണക്കാരൊക്കെ വ്യാപകമായി ബോർഡുകളും ഫ്ലക്സുകളും സ്ഥാപിക്കാറുണ്ട്. അതിൽ ഇബ്നു ഹജർ ഹൈത്തമിയുടെ പേരിൽ നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോർഡിലെല്ലാം അന്ന് പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരിപ്പിച്ചതിൻ്റെ 90% ഭാഗം പള്ളി ദർസിൽ നിങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഇആനത്തുൽ ത്വാലിബീൻ എന്ന കിതാബിൽ പരാമർശിച്ചതുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഒരു സ്വഹാബിക്കും പരിചയമില്ല, ഒരു താബിഈനും പരിചയമില്ല, തബഉ താബിഈകൾക്കും പരിചയമില്ല, മദ്ഹബിന് 4 ഇമാംമാർക്ക് പോലും പരിചയമില്ല. അപ്പോൾ പരിചയമില്ല എന്ന ഞങ്ങളുടെ പ്രസ്താവന ശരിയാണോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ശരിയല്ല എന്നാണെങ്കിൽ ഏത് സ്വഹാബി, ഏത് താബിഈ, ഏത് ഇമാമാണ് മദ്ഹബിന് 4 ഇമാമിങ്ങളിൽ ഇത് മാതൃകയായി കാണിച്ചത്? ശരിയാണ് എന്നാണെങ്കിൽ ഇആനത്തുൽ ത്വാലിബീനിലും അതേപോലെ നിഅ്മത്തുൽ കുബ്രയിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായ ഈ സംഗതികൾ ആ ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ, അവരില്ലാത്ത എഴുതിയതാണോ? ആ എഴുതിയതോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നതാണ് ഇതിൽ കിട്ടേണ്ടത്. ചോദ്യം വ്യക്തമാണ്. ഏതൊരാൾക്കും ഈ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് ഞങ്ങൾ ചോദ്യം ഓരോന്നും ഇൻഷാല്ലാഹ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. ആളുകൾ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കട്ടെ എന്ന് മാത്രം. തീർത്തും ഗുണകാംക്ഷ മാത്രം. ഒരു ബിദ്അത്തിലും നമ്മൾ ആരും പെടാൻ പാടില്ല. സുന്നത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കണം. സുന്നത്തിനെയും ജമാഅത്തിനെയും അഹ്ലുകാരെ നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിൽ ജീവിച്ച് പരലോകത്തേക്ക് യാത്ര പോകണം. അതിന് വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ പ്രസ്താവനയോടെ നിലപാടെന്ത്? രണ്ട്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി ചോദിച്ച കാര്യങ്ങളും വിശദീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജാഹിദ് വിഭാഗത്തിൻ്റെ വാദമായി അവർ എഴുതിവെച്ച വാദത്തെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യമാണ് എന്ന മുഖവുരയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ മുൻ അവസരത്തിലെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അതേക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യവുമായിട്ട് നിങ്ങൾ വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? സംവാദം എന്ന് പറഞ്ഞാൽ വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലേ? ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ കുഴിച്ചു മൂടുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ അവസരത്തിൽ ഞങ്ങൾ 9 എണ്ണം ചോദിച്ചത്. ആ 9 ചോദ്യങ്ങളിലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. നോക്കൂ, സ്വഹാബത്തോ താബിഈകളോ മാതൃക കാണിച്ചിട്ടില്ലല്ലോ, മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും പരിചയമില്ലല്ലോ, അതിനാൽ നബിദിനാഘോഷം ദുരാചാരമാണ്. എന്തുകൊണ്ട്? ഏതിനാൽ? സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, ഇമാമുമാർക്ക് പരിചയമില്ല. നിങ്ങളുടെ ഈ പ്രസ്താവനയിലെ വൈരുദ്ധ്യത്തെ, നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ള മാനദണ്ഡത്തെയാണ് പൊളിച്ചത്. എന്തുകൊണ്ട്? ഈ മാനദണ്ഡപ്രകാരം ഇബ്നു തൈമിയ്യ ദുരാചാരിയാണെന്ന് പറയേണ്ടി വരും. ഈ മാനദണ്ഡപ്രകാരം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇബ്നുൽ ഖയ്യിം ഒരു ദുരാചാരത്തെ പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറയേണ്ടി വരും. സ്വഹാബത്തിന് പരിചയമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ താബിഈകൾക്ക് പരിചയമില്ലാത്ത കാര്യം, ഇമാമുമാർക്ക് പരിചയമില്ലാത്ത കാര്യം ചെയ്ത ആളല്ലേ ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യ ഒരു പുതിയ പ്രത്യേകതയെ, ജുമഅക്ക് പോകുമ്പോൾ സ്വതക്ക കൊടുക്കുക എന്നൊരു പ്രത്യേകതയെ, ആ പ്രത്യേകത കണ്ട് അതിനെ പതിവാക്കി, അതിനെ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഉപയോഗിച്ച് തെളിവ് പിടിച്ച് ആ തെളിവ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം അതിനെ ഉദ്ധരിക്കുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ മൂപ്പർ ഇബ്നു തൈമിയ്യ നസ്ഖറിയാത്ത ആളാണ് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വിഡ്ഢിത്തം ഇവിടെ വിളമ്പുകയുണ്ടായി. ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു തൈമിയ്യയുടെ തഫ്സീറെങ്കിലും നോക്കിക്കൂടായിരുന്നോ? ഇബ്നു തൈമിയ്യയുടെ തഫ്സീറിൽ സാക്ഷാൽ ഇബ്നു തൈമിയ്യ തന്നെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ്യയെ നഖ്ൽ ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ഇതിൽ നസ്ഖുണ്ടെന്ന് പറയപ്പെടുന്ന വുജൂബിൽ മാത്രമാണ്, ഇസ്തിഹ്ബാബിൽ നസ്ഖില്ല. അതിനെ നസ്ഖുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന വാചോടാപങ്ങൾ അതിന് മറുപടിയാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യനാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് മാത്രമല്ല, ഇബ്നു തൈമിയ്യക്ക് വേറെയും ചില പതിവുകൾ ഉണ്ടായിരുന്നു. ഫാത്തിഹ, സുബഹി നിസ്കാരത്തിന് ശേഷം ഫാത്തിഹയെ പ്രത്യേക എണ്ണമാക്കിയിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നിഷേധിച്ചാലാണെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കാം.
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ മാനദണ്ഡം, ആ മാനദണ്ഡം പരിശുദ്ധ ഇസ്ലാമിൽ ഇമാമുകളാൽ അംഗീകരിക്കപ്പെടാത്ത മാനദണ്ഡമാണ്. ഈ പൂർവ്വ പണ്ഡിതന്മാരായ ആളുകൾക്ക് പരിചിതമല്ലാത്ത മാനദണ്ഡമാണ് എന്ന് മാത്രമല്ല, ഇനി ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ എന്തു അർഹത? നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിട്ട് പെട്ടെന്നൊരു ദിവസം യോഗം കൂടിയിട്ട് നബിദിനാഘോഷം എന്നൊരു കാര്യത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചോദിക്കാം. പക്ഷെ നബിദിനാഘോഷത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ആഘോഷമാണത്. നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ആഘോഷമാണത്. നിങ്ങൾക്ക് എന്ന് മുതലാണ് അത് ബിദ്അത്തായി എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്ക് പരസ്പരം നമുക്കിടയിൽ ഒരു യോജിപ്പുള്ള അഭിപ്രായമുണ്ട്. ഏതാണ് അഭിപ്രായം? ആ അഭിപ്രായം KM മൗലവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നബിദിനാഘോഷം നടത്തണമെന്നതിന് തെളിവായി, നബിദിനത്തെ ആഘോഷിക്കുന്നതിന്റെ പുണ്യമായി ഉദ്ധരിച്ചിട്ടുള്ള കാര്യം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റഹ്മത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? നബി തങ്ങളെ കുറിച്ച് റഹ്മത്താണെന്ന് പറഞ്ഞിട്ടില്ലേ? ആ റഹ്മത്തിനെ തന്നെയാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ എന്ന് ഞങ്ങൾ വിശദീകരിച്ചു പറഞ്ഞത്. ആ വിശദീകരണം പതിവില്ലാത്തതല്ല. അത് ആദ്യകാലത്തെ മുഫസ്സിറുകൾ, പൂർവ്വകാല മുഫസ്സിറുകൾ തഫ്സീർ തുസ്തുരിയെ പോലെയുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തിന് ആയത്ത് കൊണ്ടുള്ള തഫ്സീർ, ഖുർആനിന്റെ ആയത്തിന് ആയത്ത് കൊണ്ടുള്ള തഫ്സീർ മേന്മയുള്ള തഫ്സീറാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിഷേധിച്ചാൽ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇരുകൂട്ടരും നേരത്തെ യോജിച്ചിരുന്ന ഒരു കാര്യം, ആ യോജിപ്പിൽ നിന്ന് തഹരീഫ് സംഭവിച്ച് മുൻഹരിഫായി പോയ നിങ്ങളാണ് നിലപാട് പുനഃപരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യം നെഞ്ചത്ത് തറക്കുന്നത് KM മൗലവിയുടെ നെഞ്ചത്തേക്കാണ്, KM മൗലവിയുടെ നെഞ്ചത്തേക്കാണ്. ഇബ്നു തൈമിയ്യയോടാണ് ചോദ്യം. എന്നിട്ടോ ഇബ്നു തൈമിയ്യയെ തള്ളാൻ ഖാദിയാനിയെ കൂട്ടുപിടിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നബിദിനാഘോഷത്തെ എതിർക്കാൻ ഖാദിയാനി ഉണ്ടല്ലോ എന്ന പരിതാപത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ദുർഗതിയാണ്. ഏതായാലും അരിയത്ര പയറഞ്ഞാഴി, ഇതാണ് ഇപ്പോൾ ഉത്തരം. പിന്നെ ഉച്ചക്ക് പോയപ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് രാവിലത്തെ പോലെ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ ചൊല്ലിക്കോളൂ. ഞങ്ങൾ ചെല്ലൂല, ഞങ്ങൾ ആ ഏർപ്പാടില്ല. ഞങ്ങൾ ഒച്ചപ്പാട് മുതൽ ഉണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങൾ പരലോകത്തിന് വേണ്ടി അവിടേക്ക് മുതൽക്കൂട്ടാകാൻ വേണ്ടി തന്നെ നിയ്യത്ത് ചെയ്ത് വന്നതിനാണ്. പിന്നെ പള്ള പറഞ്ഞാൽ കൂക്കലൊക്കെ മനുഷ്യമായ സ്വഭാവമല്ലല്ലോ. അവിടെ അതൊന്നും ഒരു നല്ല രീതിയല്ല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം ഉത്തരം, ഞങ്ങൾ ആ പ്രസ്താവനയോട് നിങ്ങൾ നിലപാടെന്താണ് ചോദിച്ചത്? ആ പ്രസ്താവനയോട് നബിക്കോ സഹാബത്തിനോ താബികൾക്കോ തമിഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുമാർക്കോ പരിചയമില്ല. അതിനോട് നിങ്ങൾ പ്രതികരണം എന്താണ്? പരിചയമുണ്ട് എന്നാണോ, ഇല്ല എഴുതി ശരിയാണ് എന്നാണോ? അതായത് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. തക്ബീർ എത്രയും ചൊല്ലിക്കോളി, തക്ബീർ വിറ്റ് പൈസ ഉണ്ടാക്കിക്കോളി, അവിടെ ഒന്നും കാര്യമില്ല. പക്ഷേ ഇതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ വ്യാപകമായി നാട് നീളെ പ്രചരിപ്പിക്കുന്നുണ്ട് നബിദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് അബൂലഹബിന് നരകത്തിൽ ശിക്ഷ ഇളവുണ്ട് എന്നുള്ളതാണ് എന്നാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ എഴുതി വിട്ടതാണ് നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അബൂലഹബാണ് എന്നാണ്. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അഥവാ ഉദ്ഘാടനം ചെയ്തത് അബൂലഹബാണ് എന്ന് വരെ നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ തെളിവ് നാട് നീളാതാണല്ലോ പറയാറുള്ളത്, ഇവിടെ പറയാൻ ധൈര്യമില്ലെങ്കിലും ആ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് നിങ്ങൾ നാട് നീളെ പ്രചരിപ്പിക്കുന്നു. ബുഖാരിയിലുണ്ട്, അതേപോലെ ബൈഹഖിയിലുണ്ട്, ഫത്ഹുൽ ബാരിയിലുണ്ട്, അതേപോലെ പിന്നെ സുയൂത്ത് ഇമാമിന്റെ ഹാബിൽ ഫത്താവിലുണ്ട്. ശരിയാണ്, അവിടെയൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഉള്ളത് അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞു എന്ന് അവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യം, അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം അബൂലഹബ് സ്വഹാബിയല്ല, താബിയല്ല, താബിയല്ല, ശുദ്ധ കാഫിറാണ്. അതുകൊണ്ട് അബൂലഹബ് പറഞ്ഞാൽ ഞങ്ങൾക്കും തെളിവല്ല. അത് നബിതങ്ങൾ പറഞ്ഞോ, വിശുദ്ധ ഖുർആനിൽ വന്നോ, ഹദീസിൽ വന്നോ എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഖുർആൻ ഇതിലാന്ന് പറയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം, അബൂലഹബിന് നരകത്തിൽ ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് അബൂലഹബല്ലാത്ത മറ്റാരെങ്കിലും പറഞ്ഞതായി കാണിക്കാൻ പറ്റുമോ? അബൂലഹബ് പറഞ്ഞു എന്ന് ഈ പറയപ്പെട്ട റിപ്പോർട്ടിലൊക്കെ ഉണ്ട്, അല്ലാത്ത കിതാബിലുണ്ട്. അത് വായിക്കേണ്ട കാര്യമില്ല. അതും അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ്. അബൂലഹബ് നേർക്കുനേരെ വന്ന് പറഞ്ഞാൽ പോലും സ്വീകാര്യമല്ല, അത് വേറെ കാര്യം. അതേസമയം അബൂലഹബ് അല്ലാതെ ആര് പറഞ്ഞു? കാരണം അബൂലഹബിന് ഇളവുണ്ടെന്ന് പറയേണ്ടത് അബൂലഹബ് അല്ലല്ലോ, അത് നബിതങ്ങൾ പറയണം, വഹി പ്രകാരം കിട്ടണം, അല്ലാതെ ആർക്കും പറയാൻ അവകാശമില്ല. അവിടെ ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ പ്രസ്താവനയോട് നിങ്ങൾ പ്രതികരണം എന്താണ്? ആ ചോദിക്കാൻ കാരണം പറഞ്ഞു, നിങ്ങൾ യാനത്വലിബിനെ ഇപ്പോഴും ഓതിക്കൊടുക്കുന്നു, നിയമത്തിൽ കുബ്ര ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, ആ പ്രസ്താവന ശരിയാണോ ശരിയല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ. ഉത്തരം പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തക്ബീർ കൊണ്ട് ഉത്തരമാവുകയില്ല. രണ്ടാമത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. നിങ്ങൾ ആ ശൈലി സ്വീകരിക്കുകയേ ഇല്ല. ഞങ്ങൾ അവസാനം വരെ ഗുണകാംക്ഷയോടുകൂടി മാത്രം പരലോകം ആഗ്രഹിച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂലഹബിൻ്റെ ആ വിഷയം
അബൂലഹബല്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഅലീഖാത്തുകൾ മുഴുവനും തഅലീഖാത്തുൽ ബുഖാരി സ്വഹീഹത്തുൻ മുത്തസിലത്തുൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ ഫത്ഹുൽ ബാരി നടത്തുന്നത് അബൂലഹബ് ഈ നടത്തിയ പ്രവർത്തനം, അത് കാഫിർ നടത്തിയ ഈ സ്വാലിഹായ സൽക്കർമ്മം, അതുകൊണ്ട് കാഫിറിന് ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന വിഷയമാണ് ചർച്ച ചെയ്തിട്ട് ഇത് സ്വാലിഹായ സൽക്കർമ്മമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ അത് സന്തോഷിക്കുന്നത് അത് കാഫിറായതുകൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ഈ വിഷയം ഫിഅലുൽ ഖൈറാത്താണ് എന്നതിൽ പണ്ഡിത ലോകത്തിന് രണ്ടഭിപ്രായമില്ല. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖുൽതു വതതിമ്മതു ഹാദാ അൻ യഖഅ തഫദ്ദുലുൽ മദ്കൂറു ഇക്റാമൻ ലിമൻ വഖഅ മിനൽ കാഫിരിൽ ബിർറു ലഹു വനഹു ദാലിക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂലഹബ് ചെയ്താലും ഉപകാരം ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കഴിഞ്ഞില്ല, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. അബൂലഹബ് അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് തുഹ്ഫത്തുൽ മൗദൂദിൽ, വലമ്മാ ഉലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറത് ബിഹി സുവൈബ അബാ ലഹബിൻ വകാന മൗലാഹാ വഖാലത് قد ولد الليلة لعبد الله بن فاعتقها أبو لهب سرورا به فلم يضيع. കേൾക്കണം നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം പറയുന്നത് തുഹ്ഫത്തുൽ മൗദൂദിലാണ്. അബൂലഹബ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. ഫലം യുഗയ്യില്ലാഹു ദാലിക ലഹു വസഖാഹു ബഅദ മൗതിഹി ഫിൻ നുഖ്റ എന്ന് രേഖപ്പെടുത്തിയത് ഇബ്നുൽ ഖയ്യിമാണ്. ഇനി നിങ്ങൾ ഒന്നാമത് ചോദിച്ചത് നിഅമത്തുൽ കുബറയിലെ സംഭവം വെച്ച് നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങളും നമ്മളും ഒന്നിച്ച് ആഘോഷിക്കാൻ നമുക്ക് തെളിവുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് ഓതിയത് കെ മൗലവിയാണ്. മുജ്തബ വൈസി വളരെ വിശദമായി സംസാരിച്ചു. ഏതായാലും ഞങ്ങൾ ആ തെളിവുകൾ പറഞ്ഞത് അത് ഇസ്തിദ്ലാലിന് വേണ്ടിയല്ല, മുത്താബഅത്ത് ഇസ്തിഷാദിന് വേണ്ടിയാണ്. ഇതുകൂടി മനസ്സിലാക്കാൻ കഴിയണം. ഞങ്ങൾക്കുള്ള തെളിവും നിങ്ങൾക്കുള്ള തെളിവും കെ എം മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇനി ഖാദിയാനിസം നിങ്ങളിതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ കൊണ്ടുപോകില്ല. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന സലഫി സുഹൃത്തുക്കളോടാണ് ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ സ്നേഹബുദ്ധിയാ നിങ്ങളോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഖാദിയാനിസമാണ്, മോഡേണിസമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. മറ്റൊരു തെളിവ് ഇതിലില്ല. കാരണം നിങ്ങളുടെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ നിങ്ങൾ തന്നെ അത് ആഘോഷിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഖാദിയാനികളാണ്. എന്തുകൊണ്ട് ഖാദിയാനികളും നിങ്ങളും ഈ വിഷയത്തിൽ ഒന്നിച്ചു പോകുന്നു നിങ്ങൾ ആലോചിക്കണം. അതേപോലെ ഞങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്തത്, ഒന്നാമതായും രണ്ടാമതായും ഞങ്ങളുടെ മുഴുവൻ ചോദ്യാവസരങ്ങൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് നബിദിനാഘോഷം എന്ന ഇബാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാബത്തോ താബികളോ മാതൃക കാണിക്കാത്തതുമാണ്. മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് പോലും പരിചയമില്ലാത്തതാണ്. അതിനാൽ നബിദിനാഘോഷം ദുരാചാരമാണ് എന്ന് പറഞ്ഞതിനെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ ദലീൽ വെച്ച് പറയുകയാണെങ്കിൽ ഇബ്നു തൈമിയ്യ അദ്ദേഹം മുബ്തദിയാണോ? ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ ചോദ്യാവസരങ്ങളിൽ കൃത്യമായി ചോദിച്ചു. അതിനാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുബ്തദിആണോ? നിങ്ങളുടെ ദലീൽ കൊണ്ട് നിങ്ങൾ പറയുന്ന മദ്ലൂല് ദുരാചാരമാണ് എന്നത് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ അസ്ല് കൊണ്ട് നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ മുബ്തദികളായി പോകും. പൊന്നാര ഫൈസി, ഞാൻ പറഞ്ഞല്ലോ ബുഖാരിയിലുണ്ട്. ബുഖാരി എന്താ ഉള്ളത്? അബൂലഹബ് പറഞ്ഞു എന്നുള്ളത്. നമ്മൾ ചോദിച്ചത് എന്താ? അബൂലഹബ് അല്ലാത്ത ആര് പറഞ്ഞു എന്നുള്ളത്. അതൊക്കെ കിട്ടേണ്ടത്. അബൂലഹബ് പറഞ്ഞു ബുഖാരിയിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഫിറഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ലാ. അത് ഖുർആനിലുള്ളതാണ്. ഇവിടെ ഫിറഔന റബ്ബ് നിങ്ങൾ പറയോ? എന്താണ് ഫൈസിലൊക്കെ ഖുർആൻ തക്ബീർ ചൊല്ലികൾ എന്താ ചെല്ലാത്തത്? അന റബ്ബുക്കുമുൽ അഅ്ലാ ട്രെയിനിങ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചക്ക് പോയപ്പോൾ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് ഫിറഔൻ പറഞ്ഞു ഖുർആനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സിയമയുടെ മുതബ്ബിർ ആലമീൻ ഇത് തെളിവ് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതൊന്നും പോലെ. ബുഖാരി എന്തുണ്ട്?
അബൂലഹബ് പറഞ്ഞു. എവിടെ പറഞ്ഞു? സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അബൂലഹബ് നിങ്ങൾ സ്വപ്നം കണ്ടു വിചാരിക്കാം. ഇങ്ങോട്ട് അബൂലഹബ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സ്വർഗത്തിൽ മാറിയായിരുന്നു, വല്ല കാര്യമുണ്ടോ? അതല്ല ചോദിച്ചത്. അബൂലഹബ് അല്ലാത്ത ആര് പറഞ്ഞു എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വഹി പറയാൻ കിട്ടിയിട്ടുണ്ടോ? അബൂലഹബിന് ഇളവുണ്ട് എന്ന് പറയേണ്ടത് ആരാ? അള്ളാഹ് പറയണം, അള്ളാഹിന്റെ വഹി പറയാൻ റസൂൽ പറയണം. അതിനത് അബൂലഹബ് സ്വപ്നത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മുസ്ലിമീങ്ങൾക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ നിഅമത്തുൽ കുബ്ര അടക്കം ചോദിച്ചു. ഇപ്പം ഉണ്ടായിട്ട് അത് ഇസ്തിഷാദിനാണ് അവിടെ വെച്ചാടി. കമ്പിൽ സമ്പാദിച്ച് ചോദിച്ചതാ ഇസ്തിഷാദിന് നുണ പറയാൻ പറ്റുമെന്ന്. ഇസ്തിഷാദ് നുണ പറയാ. എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് നമ്മോട് ചോദിച്ചതുള്ളത്? ഉമർ ഖത്താബ് കഴിച്ചത് എവിടെയാണ്? ഹസൻ ബസ്രി കഴിച്ചത് എവിടെയാണ്? നിഅമത്തുൽ കുബ്ര അങ്ങ് തള്ളാൻ പറ്റുമോ? നിഅമത്തുൽ കുബ്രയിൽ പറയുന്നു, നിങ്ങൾ ഏറ്റവും വലിയ ഹോജങ്ങൾ പരിചയപ്പെട്ട നേരത്തെ റഹിമഹുല്ലാഹ് എണ്ണി പറഞ്ഞപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന് നിഅമത്തുൽ കുബ്രയിൽ പറയുന്നു, ഈ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് അടക്കമുള്ളവരൊക്കെ നബിദിനം ആഘോഷിച്ചു, മൗലിദ് ഓതാൻ പറഞ്ഞു, അതിന് മഹത്വം പറഞ്ഞുവെന്ന് യാസത്ത് ത്വാലിബിന് തന്നെ സമാനമായത് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത്, ഇത് ഞങ്ങൾ പറയുന്നു ഇതൊന്നും ഇല്ല, സ്വഹാബിയക്ക് പരിചയമില്ല, താബിയക്ക് പരിചയമില്ല, അത് ഉണ്ട് എന്നാണെങ്കിൽ ഈ പറയപ്പെട്ട ഞങ്ങളും ഈ പ്രസ്താവന അത് നിങ്ങൾ പ്രതികരണം അറിയിക്കൂ. ഇല്ല എന്നാണെങ്കിൽ ഈ രണ്ട് കിതാബ് എന്ത് ചെയ്യും? അത് നിങ്ങൾ പറയണം. അത് പറയാതെ പോകാൻ പറ്റൂല. പിന്നെ ഇപ്പം തെളിവ് അൽ മുർഷിദാണ്. അതാ തഫ്സീർ കെ എം മൗലവി പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്. അപ്പോൾ പൗതി മുജാഹിദായി. പൗതി മുജാഹിദ് ഞങ്ങൾ പറഞ്ഞത് കെ എം മൗലവി പറഞ്ഞാലും അങ്ങനെ എടുക്കാൻ പറ്റൂല. ദലീലിനോട് യോജിക്കുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലും തള്ളാം. യോജിക്കുന്നത് കാന്തപുരം മുതൽ സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല, പറയാത്തോണ്ടാണ് സ്വീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ ദലീലാണ് നമുക്ക് അടിസ്ഥാനം, വ്യക്തികളല്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഷിയാക്കളാണ് നബിദിനാഘോഷം തുടങ്ങിയത് എന്ന്. അത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട്. തർക്കമില്ലാത്ത വിധം അറിയപ്പെട്ട കാര്യമാണ്. ഫാത്തിമിയാക്കൾ ആരംഭിച്ചു, ഷിയാക്കൾ ആരംഭിച്ചു. നിങ്ങൾ സൂഫിയായ പണ്ഡിതൻ താരീഖ് മൗലിദിൽ അതിലും പറഞ്ഞു, ഇത് ശരിയാണോ? ഷിയാക്കളാണോ ആരംഭിച്ചത്? അല്ലെങ്കിൽ ഷിയാക്കൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരാണ് നബിദിനം ആഘോഷിച്ചത്? സ്വഹാബത്തുണ്ടോ? താബിഈങ്ങളുണ്ടോ? അയിമത്തുൽ അർബഅയുണ്ടോ? അന്നത്തെ ഇസ്ലാമിക ഭരണകൂടമുണ്ടോ? അമവികളുണ്ടോ? അബ്ബാസികളുണ്ടോ? ഖുലഫാഉർ റാഷിദുണ്ടോ? ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ഭരണകൂടങ്ങളോ വ്യക്തികളോ ഇമാമിങ്ങളോ ആരാണ് ഈ ആഘോഷം പഠിപ്പിച്ചത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, മൂന്നും ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഉത്തരം പറയണം. ഏതായാലും അൽഹംദുലില്ലാഹ് ഫൈസൽ മൗലവിയുടെ മാനദണ്ഡം പറഞ്ഞു. ഏതാ മാനദണ്ഡം? പ്രമാണങ്ങളോട് എതിരാണെങ്കിൽ കെ എം മൗലവി പറഞ്ഞാലും തള്ളും. അത് കെ എം മൗലവി പറഞ്ഞാൽ മാത്രമല്ല, ഫൈസൽ മൗലവി പറഞ്ഞാലും തള്ളിക്കോളൂ മുജാഹിദുകളെ. ഇതാ ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാദം, ആ വാദം ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ്. ഇവിടെ ഇബ്നു തൈമിയ്യ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിനോട് എതിരാണ്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ്. അവരൊക്കെ കണ്ട തെളിവിന് എതിരാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. അതുകൊണ്ട് ഫൈസൽ മൗലവി പറഞ്ഞതാണെങ്കിലും പ്രമാണവിരുദ്ധമാണെങ്കിൽ, ഇമാമുമാർക്ക് പരിചയമില്ലെങ്കിൽ, നമ്മുടെ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ടതല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതില്ല, തള്ളേണ്ടതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 2016 സമാനമായ സംവാദം നടക്കുമ്പോൾ കമ്പിലിൽ നിങ്ങൾ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നു. ആ കുറിപ്പിൽ എന്താ പറഞ്ഞത്? നബിദിനാഘോഷം ആഘോഷിക്കാൻ അതിന് മുതിരുന്നവർ, പ്രേരിപ്പിക്കുന്നവർ നരകത്തിലേക്ക് വഴി നടത്തുകയാണോ? അല്ലേ, നരകത്തിലേക്ക് വഴി നടത്തുകയാണോ എന്നല്ലേ പറഞ്ഞത്? എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? കെ എം മൗലവിയെ പോലെയുള്ള, ഇ കെ മൗലവിയെ പോലെയുള്ളവർ നരകത്തിലേക്ക് വഴി നടത്തിയവരാണോ? നോക്കൂ, ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് ഒരു തെളിവും പറഞ്ഞിട്ടില്ല. കെ എം മൗലവി പറഞ്ഞ തെളിവ് തന്നെ, ഇ കെ മൗലവി പറഞ്ഞ തെളിവ് തന്നെ, ഐക്യസംഘക്കാർ പറഞ്ഞ തെളിവ് തന്നെ, നമ്മളെല്ലാവരും ഒന്നായിരിക്കുമ്പോൾ പറഞ്ഞ തെളിവ് തന്നെ. പുതിയതൊന്നും പറഞ്ഞിട്ടില്ല. ആരാ പിന്നെ പുതിയത് പറഞ്ഞത്? 950-കൾക്ക് ശേഷം പുതിയ തെളിവുമായി രംഗത്ത് വന്നത് നിങ്ങളാണ്. അതേതുപോലെ ഇവിടെ ജൂതനസാറാക്കൾ പരിശുദ്ധമായ അള്ളാഹുവിലുള്ള ഏകദൈവ വിശ്വാസത്തിനെതിരെ പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് തെഹരീഫ് നടത്തിയതുപോലെ, ആ തെഹരീഫ് നടത്തിയവരോട് പ്രാമാണികമായി മുസ്ലിം ലോകത്തിന് പരിചിതമല്ലാത്ത, ഇമാമുകൾ കൈകാര്യം ചെയ്തതിനോട് പരിചിതമല്ലാത്ത ഒരു കാര്യത്തെ പുതുതായി കൊണ്ടുവന്ന് തെഹരീഫ് നടത്തിയവരോട് ഞങ്ങൾ പറയട്ടെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. നമുക്കിടയിൽ ഈ തർക്കമില്ലാതിരുന്ന ഒരു കാലമുണ്ട്. നമുക്ക് ആരാ കെ എം മൗലവി? നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവല്ലേ, ഇതിന്റെ ആചാര്യനല്ലേ? ഏത് അനാചാരങ്ങൾക്കെതിരെയും അതിശക്തിയുക്തം പ്രതികരിച്ചിരുന്ന നിങ്ങളുടെ നേതാവെന്ന് നിങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുള്ള ആളല്ലേ? അദ്ദേഹത്തെ നിങ്ങൾക്ക് തള്ളേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മടങ്ങി വരിക. ഫൈസൽ മൗലവി പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകളോട്, പ്രാമാണിക വിരുദ്ധമായത് ഫൈസൽ മൗലവി പറഞ്ഞാലും സ്വീകരിക്കണ്ട, അത് കെ എം മൗലവിന്റെ അവിടെ വെച്ച് സ്റ്റോപ്പാക്കണ്ട. അതിവിസ്തം പറഞ്ഞാലും സ്വീകരിക്കണ്ട, ആര് പറഞ്ഞാലും സ്വീകരിക്കണ്ട. അതാണ് നമ്മുടെ മാനദണ്ഡം. അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡമില്ല. നിങ്ങൾക്ക് തോന്നിയിടത്തൊക്കെ നിങ്ങൾക്ക് ആയത്തോതാ, നിങ്ങൾക്ക് തോന്നിയ തഫ്സീറുകൾ പറയാ, അല്ലേ? മൂപ്പർക്ക് വസീലത്തു ശിർക്ക് എന്ന് പറയുന്ന, പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തോട്ടത്തിൽ വസീലത്തു ശിർക്ക് എന്ന് പറയുമ്പോഴേ സദസ്സടങ്ങുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കെ എന്നുകാരത് പിടികൂടുമെന്നറിയാം. ആ വസീലത്തു ശിർക്കിന് നിങ്ങൾ ഓതി ആയത്തുണ്ടല്ലോ, റബ്ബനസ്തംതഅ
റബ്ബന ഇസ്തംതഅ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ? ആ ചോദിച്ചിരുന്നത് പോലെ തന്നെ അതിനെ ആ തെളിവ് പിടിക്കുന്ന ഫൈസ് മൗലവിയാണ് ഇവിടെ വന്നിട്ട് പുതിയ വാദങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്, പിന്നെ അബൂലഹബിന് ഈ കാര്യം കിട്ടിയോ ഇല്ലയോ എന്ന് ആര് പറഞ്ഞതാ? ഇമാമുകൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഫത്ഹുൽ ബാരിയാണ്. ഫത്ഹുൽ ബാരി പറയുന്ന കാര്യം എന്താ? ഇത് ചർച്ച ചെയ്തിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന ഇബാറത്ത് വതതിമ്മതു ഹാദാ അൻ യഖഅ അത്തഫദ്ദുലുൽ മദ്കൂർ. ഇവിടെ ഈ പറയപ്പെട്ട പോരിശ ലഭിക്കലാണ്. എന്തിനാണ് ഈ പോരിശ കിട്ടിയത്? അബൂലഹബിന് ഈ കിട്ടിയ പ്രത്യേകതയുണ്ടല്ലോ, അതെന്തിനാണ്? ആരാണ് ആ പ്രത്യേകത കൊടുത്തത്? അല്ലാഹുവാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇക്റാമൻ, ആദരിച്ചതിന് വേണ്ടി. ആരെ? അബൂലഹബിനെ ആദരിച്ചതിന് വേണ്ടിയാണോ? അല്ല. എന്താണ് ഇക്റാമിന്റെ മാനദണ്ഡം? ലിമൻ വഖഅ മിനൽ കാഫിരി അൽ ബിർ. ഈ കാഫിറായ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒരു ബിർ സംഭവിച്ചിട്ടുണ്ട്, ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. ആ നല്ല കാര്യത്തോടുള്ള ഇക്റാമാണ്. അവിടെ നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമാവുന്നത് എവിടെയാണെന്നറിയോ? ഈ പറയപ്പെട്ട കാര്യത്തെ ഏതെങ്കിലും ഒരു ഇമാം അത് പുണ്യമല്ല എന്നോ, മുസ്ലിമീങ്ങൾക്ക് അത് പുണ്യമുള്ള കാര്യമല്ല എന്നോ, അത് അമലും സ്വാലിഹ് അല്ല എന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി. എന്നാൽ ഈ പറയപ്പെട്ട കാര്യമുണ്ടല്ലോ, അബൂലഹബിന് കിട്ടിയ കാര്യം, അബൂലഹബിന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ബിറുണ്ടല്ലോ, ആ ബിറ് അത് ആരിൽ നിന്ന് സംഭവിച്ചു എന്ന് നോക്കാതെ ആ ബിറ് അത് ഗുണമുള്ള അമലുൻ സ്വാലിഹാണെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. അസ്സാരിമുൽ മസ്ലൂലിൽ അദ്ദേഹം ഇതിനെ പരാമർശിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വാക്കായി പരാമർശിച്ചിട്ടില്ലേ? ഇബ്നുൽ ഖയ്യിം പരാമർശിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഷിയാക്കളുടെ പിന്നെ മുമ്പ് നബിദിനം ആഘോഷിച്ച് നടത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇതിനും ചോദ്യത്തിന്റെ മറുപടി നമ്മളോടല്ല, ചോദ്യം നമ്മളോട് കെ എം മൗലവിയോട്, ഇ കെ മൗലവിയോട്. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കാദിയാനികൾക്ക് മുമ്പ് നബിദിനാഘോഷം എന്ന വിരോധം പറഞ്ഞത് വേറെ ആരെ? നിങ്ങളും അവരുമല്ലേ? ഈ വഹാബി കാദിയാനി നെക്സസ് പൊളിക്കാനാണ് ചെറുവാടി സംവാദം. അത് പൊളിച്ചിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലും ഉത്തരമില്ല. അപ്പൊ ഇനി ഏറ്റവും നല്ല പണി എന്താറിയോ? കരിമത്തിൻ സവായും പണി അതന്നെ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇത്തിഫാഖ് എന്താണ്? ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തബഉ താബികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമക്ക് പരിചയമില്ല. ഇത് ഇത്തിഫാഖാണല്ലോ. അതാണ് സവാഉൻ ബൈനനാ വ ബൈനക്കും. അതിലേക്ക് വന്നോളി, പ്രശ്നം തീരും. പിന്നെന്താ? ഇതൊക്കെ കെ എം മൗലവി പറഞ്ഞാൽ മതി. കെ എം മൗലവി അതേ ലേഖനത്തിൽ പറഞ്ഞു ഇത് ആദ്യ നൂറ്റാണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. അത് അംഗീകരിച്ചാൽ കഴിഞ്ഞില്ലേ? അതേ ലേഖനത്തിൽ അതേ അൽ മുർഷിദും അതേ ഇർഷാദിലും ഒക്കെ പറഞ്ഞു കാണാം ഇത് ഉത്തമ തലമുറയിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് മുദഫർ രാജാവാണ് രാജകീയമായി കൊണ്ടുവന്നത്. അതിനുശേഷം ഉലമാഉ ശറഅ് രണ്ടഭിപ്രായമായിരിക്കുന്നു എന്ന ആ അൽ മുർഷിദ് ലേഖനത്തിന്റെ ആകത്തുക എന്റെ ബുക്കിൽ നേരത്തെ ബുക്കി പിടിച്ചല്ലോ, ആ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മതി. അപ്പൊ കെ എം പറഞ്ഞെടുത്താലും ക്ലിയർ ആവും. എന്നാൽ ദലീലെതിരെ പറഞ്ഞാലോ, അത് ഫൈസൽ മൗലവി പറഞ്ഞാലും വിസ്ഡം പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ഒരു സംശയമില്ല. അതന്നെ ഞങ്ങൾ നിലപാട്. അതല്ലേ ഞങ്ങൾ ഇത്ര ധൈര്യമായി നിൽക്കുന്നത്. ഇവിടെ ആർക്കും അപ്രമാദിത്വമില്ല, ദലീലുകൾക്ക് മാത്രമേ ഉള്ളൂ. ദലീലിനെതിരായ ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല എന്ന അഹ്ലുസുന്നയുടെ അസ്ല്, ആ അസ്ലിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് എന്ന സന്തോഷപൂർവ്വം അയവിറക്കുകയാണ്. ഇനി നാലാമത്തെ ചോദ്യം. 3 ചോദ്യം ബാക്കിയുണ്ട്. ഷിയാക്കൾക്ക് മുമ്പ് ആരാഘോഷിച്ചു? പറഞ്ഞിട്ടില്ല. അതേപോലെ ഞങ്ങൾ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിലപാടെന്താണ് ചോദിച്ചു, അത് പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ എല്ലാം രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിക്കുന്നത്. 3 അബൂലഹബ് അല്ലാതെ ആര് പറഞ്ഞു എന്നാണ് അതാ കിട്ടിയത്. ഏതൊക്കെ കിതാബുണ്ടെന്നല്ല, ആ കിതാബിലൊക്കെ ഉള്ള അസ്ൽ എന്താ? അബൂലഹബിന്റെ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ അബൂലഹബ് പറഞ്ഞതാണ്. അബൂലഹബിന് ഇളവുണ്ട് എന്ന് അബൂലഹബ് അല്ലാതെ മറ്റാര് പറഞ്ഞിട്ടുണ്ട്? അല്ല പറഞ്ഞോ, റസൂൽ പറഞ്ഞു. വേറെ ആർക്കും പരലോകത്തിറക്കുന്ന കാര്യം പറയാൻ അർഹതയില്ല, അധികാരമില്ല. ഈ 3 ചോദ്യം ബാക്കിയാകുന്നു. 4ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ വിശ്വാസത്തിലും പറഞ്ഞു, വ്യാപകമായി എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. നബിദിനം ആഘോഷിക്കാൻ തെളിവായിക്കൊണ്ട് നിങ്ങൾ പറയാറുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ വചനമാണ്. വബിദാലിക ഫൽയഫ്റഹു, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് ഖുർആൻ പറയുന്നു എന്നുണ്ടല്ലോ. ഈ ആയത്തിൽ പറഞ്ഞ ഫൽയഫ്റഹു എന്നത് അംറാണ്, കൽപ്പനാക്രിയയാണ്. അംറാണെങ്കിൽ വുജൂബാണ്, വാജിബിനാണ്. അത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നബിദിനം ആഘോഷിക്കൽ വാജിബാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? കാരണം ആയത്ത് പറഞ്ഞ അംറാണ്, അംർ വുജൂബിനാണ്. അപ്പൊ നബിദിനം ആഘോഷിക്കൽ വാജിബാണെന്ന് വരില്ല ഈ ആയത്ത് പ്രകാരം. ഈ ആയത്തിൽ പറഞ്ഞ ഫൽയഫ്റഹു അത് വാജിബാണ് എന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ നബിദിനാഘോഷം വാജിബാന്ന് പറയേണ്ടി വരും. ഇനി വാജിബ് അല്ല എന്നാണോ എങ്കിൽ ആ അംറിനെ വുജൂബിൽ നിന്ന് മന്ദൂബിലേക്കോ ഇബാഹത്തിലേക്കോ തിരിക്കാനുള്ള കരിയത്ത് എന്താണ്, സാഹചര്യത്തെ തെളിവ് എന്താണ്, അതുകൂടി അറിയേണ്ടതുണ്ട്. അതല്ലാതെ മറ്റുള്ള പ്രസംഗം നടത്തിക്കോ, കുഴപ്പമില്ല, 5 മിനിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പ്രസംഗിച്ചോളി. പക്ഷെ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗിക്കും. ഞാൻ കണ്ട് നല്ല മാതൃക കാണിച്ചെന്നല്ലോ, ആദ്യം ഉത്തരം പറയും, പിന്നെ ഇഷ്ടമുള്ള പ്രസംഗിക്കും. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല, അപ്പൊ ഞാൻ ഫുള്ള് പ്രസംഗിച്ചു. ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തും പ്രസംഗിക്കാം. 5 മിനിറ്റ് വേണ്ടി പാട്ടടിക്കോളി, അതും കുഴപ്പമില്ല. പക്ഷേ ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. എന്തൊരു കബളിപ്പിക്കൽ അവിടെ നടത്തിയത്. കെ എം മൗലവി അതിനെ എതിർത്തിട്ടുണ്ട് പോലും.
ധൈര്യമുണ്ടോ ഫൈസൽ മൗലവി നിങ്ങൾക്ക് തെളിയിക്കാൻ? നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വാദമുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ വാദം ഇമാമുമാർക്ക് പരിചയമില്ലാത്തത് കൊണ്ട്, മദ്ഹബിന്റെ ഇമാമുമാർക്കോ സ്വഹാബികൾക്കോ താബിയകൾക്കോ പരിചയമില്ലാത്തത് കൊണ്ട് നബിദിനാഘോഷം ദുരാചാരമാണെന്ന് KM മൗലവി പറഞ്ഞ ഒരൊറ്റ വരി നിങ്ങൾ അൽ മുർഷിദിൽ നിന്ന് ഉദ്ധരിച്ചാൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ പറയൂ. കബളിപ്പിക്കുകയോ ഈ ജനങ്ങളെ? KM മൗലവി ദലീല പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതിന് KM മൗലവി ദലീല പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ പിന്നീട് കൊണ്ടുവന്ന വാദത്തിനല്ല KM മൗലവി മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കബളിപ്പിക്കൽ ഇവിടെ നടക്കുകയില്ല, അനുവദിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇനി ഇവരെന്താ പറയുന്നത്? ഇവരിതിനെ എതിർത്തിരുന്നു എന്നോ? എന്താ നിങ്ങൾ കേൾക്കണോ? ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ചില ആളുകൾ പിന്നെ ഇവിടെ KM മൗലവിയും EK മൗലവിയും ഒക്കെ നബിദിനത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അന്ന് അവർ രേഖപ്പെടുത്തി വെച്ച അൽ ഇർഷാദിൽ രേഖപ്പെടുത്തിയ കാര്യം എന്താണ്? നഊദു ബില്ലാഹ്, ഞങ്ങൾ എതിർക്കുകയോ? ഞങ്ങൾ എതിർക്കുന്നവരല്ല. എന്താന്നിട്ട് പറഞ്ഞതെന്നറിയോ? ഇത് ഹാഫിദ് ഇബ്നു ഹജർ, ഇമാം സുയൂത്തി എന്നീ മഹാന്മാരും മുസ്ലിമീങ്ങൾ ജുംഹൂറും അമലിൽ മൗലിദ് സർവ്വ തിന്മകളിൽ നിന്നും ഖാലിയാകുന്ന പക്ഷം അത് നല്ലതാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അത് നിമിത്തം മഹത്തായ സവാബ് ലഭിക്കുന്നു. എന്നിട്ടോ മൗലിദിന്റെ തർജ്ജമ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ അറബിയിൽ മാത്രം മൗലിദ് ഓതുന്ന മുയിലേമാരെ, നിങ്ങൾ അറബിയിൽ മാത്രം ഓതിയാ പോരാ, നിങ്ങൾ കൂടെ വരാ, മലയാളത്തിൽ കൂടി നമുക്ക് മൗലിദ് ഓതാം എന്ന് പറഞ്ഞ KM മൗലവിയാണ് ഇവിടെ കബളിപ്പിക്കുന്നത്. ആ KM മൗലവി മഹ്ശറയെ നിങ്ങളെ വെറുതെ വിടുവോ? എവിടുന്നാ മൗലവി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് എന്ന് നിങ്ങൾ കിട്ടിയതെന്ന് ചോദിക്കൂലേ? എന്തൊരു കബളിപ്പിക്കലാണിത്! അന്ന് ഇത് എതിർക്കലാണെന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടിയാണ് നഊദു ബില്ലാഹ്. ഏത് നഊദു ബില്ലാഹ്? നേരത്തെ ഇവിടെ പലവട്ടം പറഞ്ഞ നഊദു ബില്ലാഹ്. ആ നഊദു ബില്ലാഹ് പറഞ്ഞത് എന്തിനാ? ഞങ്ങൾ ആഘോഷിക്കുന്നവരാണ്, അതിൽ നിന്ന് മുഹറമാത്ത് ഒഴിവാകണമെന്നേ ഉള്ളൂ. അതല്ലേ ഞങ്ങളുടെ വാദം. നമ്മൾക്ക് അതല്ലായിരുന്നു വാദം. നമ്മളൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കബളിപ്പിക്കലൊക്കെ നടക്കും. എവിടെയെന്നറിയോ? അത് LCD ക്ലിപ്പ് കെട്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രീനൊക്കെ വെച്ചിട്ട് ചെറുവാടി അങ്ങാടിയിൽ നിങ്ങൾ ഓഡിയൻസ് മാത്രം ഉണ്ടാകുന്ന സ്ഥലത്ത് നടക്കും. ഇവിടെ നടക്കൂല. ഇനി ഫൽയഫ്റഹു എന്ന ആയത്ത് അമ്രല്ലേ, വുജൂബല്ലേ? അപ്പൊ അതുകൊണ്ട് പറ്റുമോ? വൽതകും മിൻകും ഉമ്മ എന്ന ആയത്ത് തെളിവ് പിടിച്ചിട്ട് സംഘടന രൂപീകരിക്കാൻ നിങ്ങളുടെ അൽമനാറിന് എവിടുന്നാണോ തെളിവ് കിട്ടിയത് അതേ തെളിവ് തന്നെ. അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല. അൽമനാറിന് വൽതകും മിൻകും എന്ന ആയത്ത് കൊണ്ട് സംഘടനയുണ്ടാക്കാൻ എവിടുന്ന് തെളിവ് കിട്ടിയോ അതുതന്നെ. മാനദണ്ഡങ്ങളിലാണ് സംവാദം ഉണ്ടാവുക. നിങ്ങളുടെ വാചക കസർത്ത് മതിയാവൂല. അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ ചോദിച്ചിരുന്നു അതിന്റെ തെളിവ് എവിടെയെന്ന്. ആ തെളിവ് ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ, അത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജിന്നിനൊക്കെ സഹായം വിളിച്ചിട്ട് ചോദിച്ചു നോക്കി എവിടെങ്കിലും കിട്ടുമോ എന്ന്, എങ്കിൽ അതിവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ചോദ്യം ഇവിടെ വരുമായിരുന്നില്ല. മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ് ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈസൽ മൗലവി, ഇങ്ങക്ക് എത്ര അഭിപ്രായമാണ്? നിങ്ങളുടെ ആ പുസ്തകത്തിൽ മുലഫറാണ് ആദ്യം തുടങ്ങിയത്. ഈ ആദ്യം തുടങ്ങാന്ന് പറഞ്ഞ പരിപാടി രണ്ടോട്ടുണ്ടാവും. ആദ്യം തുടങ്ങൽ നിങ്ങൾ 2 തവണയാണ് ആ പുസ്തകത്തിൽ ആദ്യം തുടങ്ങിയത് മുലഫറാണെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മറ്റു പ്രസിദ്ധീകരണങ്ങളിലും ആദ്യം തുടങ്ങിയത് മുലഫർ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനൊക്കെ പോട്ടെ, നിങ്ങൾ തന്നെ തെളിവായി നിങ്ങളുടെ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ള താരീഖുൽ ഇസ്ലാം എന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ പഴയകാല മൗലവിമാർ തെളിവായി സ്വീകരിച്ച ഇതേ ഗ്രന്ഥത്തിൽ തന്നെ പറയുകയാണ്, അബ്ബാസികളുടെ ഭരണകാലഘട്ടത്തിൽ അവർ കൊണ്ടു നടന്ന നിരവധി ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഇഹ്തിഫാൽ മൗലിദിൻ നബവി ഉണ്ടായിരുന്നു. അപ്പൊ ആജാതി പൊട്ടീസിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്തുകൊണ്ട്? അതൊക്കെ ചരിത്രപരമായ ചർച്ചകളാണ്. ആ ചരിത്രപരമായ ചർച്ചകൾ കാണാതെയല്ല ഹാഫിദ് ഇബ്നു ഹജർ ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. ആ ചരിത്രപരമായ ചർച്ചകൾ കാണാതെയല്ല ഹാഫിദ് സുയൂത്തി അനുവദനീയമാണെന്ന് പറഞ്ഞത്. നിങ്ങളുടെ KM മൗലവിയും EK മൗലവിയും ഒക്കെ ആ ചരിത്ര രേഖകൾ കാണാത്തത് കൊണ്ടാണോ? അവർക്കൊന്നും കിട്ടാത്ത പുതിയൊരു അസ്രി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ ബിദ്അത്തിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ബിദ്അത്തിലുണ്ടാക്കിയ ഒരു ബിദ്അത്തുണ്ട്. ആ ബിദ്അത്തിന് മറുപടി പറയാതെ നിങ്ങളെ ജനം വിടൂല. നിങ്ങൾ ഇവിടെ നിന്ന് വഴതൊക്കെ പറഞ്ഞു പോയിക്കോളൂ. നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളെ യൂട്യൂബിൽ എമ്പാടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നിലപാടുകൾ സ്ഥിരീകരിക്കാനുമാണ് ഇവിടെ വന്നത്. നമ്മളിവിടെ പറയുന്ന ഓരോന്നും ഓഡിയൻസിന്റെ മനസ്സിൽ അവശേഷിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഏതായാലും നാലാമത്തെ ചോദ്യത്തിലും ഉത്തരമില്ല എന്ന് വ്യക്തമായി. നമ്മളെന്താ ചോദിച്ചത്? വളരെ വ്യക്തമായി യാതൊരു സംശയമില്ലാത്ത വിധം വളരെ കൃത്യമായി കൊണ്ടായിരുന്നു ചോദ്യം ഉന്നയിച്ചത്. അതിലും കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവർ തെളിയുകയാണ്, നബിക്കോ സ്വഹാബത്തിനോ താബികൾക്കോ
തമിഴ് താബികൾക്കോ അയിമത്തുൽ അർബഅക്കോ ഇത് പരിചയമില്ല എന്ന് ഇവിടെ കൂടുതൽ 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 സ്ഥിരപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ മൂപ്പർക്ക് പേടി ജിന്നിനെ വിളിക്കുമെന്നാ പറഞ്ഞു. ഇൻസ് വന്ന് നിങ്ങളെ പോലെ ഇപ്പം ജിന്ന് വന്നാൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഏതായാലും ജിന്നിനെയും വിളിക്കൂല, ഇൻസിനെയും വിളിക്കൂല, ഞങ്ങൾ അല്ലാതെ മാത്രമേ വിളിക്കുള്ളൂ. അത് ശിർക്കായാലും വേണ്ടില്ല, വസിയായാലും വേണ്ടില്ല, ഹറാമായാലും വേണ്ടില്ല, ഏത് വിളിയും നമുക്കില്ല. അതൊക്കെ കൃത്യമായി പഠിച്ചും പഠിപ്പിച്ചും തന്നെയാണ് ഇതിവിടെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ വിചാരം നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കും. നിങ്ങളെ കുത്തുബിയത്തിലാണ് 12 ജിന്നുകളെ വിളിക്കുന്നത്. കുത്തുബിയത്തിൻ്റെ തുടക്കത്തിലാണ് അൽഫാത്തിയാണ് ഓതിയിട്ട് ഉള്ള ജിന്നാക്ക് മുഴുവനും അല്ലതിനെ ബായഉ സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബി ബൈഅത്ത് ചെയ്ത ജിന്നുകൾ എന്ന് പറഞ്ഞു 15 ജിന്ന ഉലിയാക്കന്മാരെ പേരും പറഞ്ഞ് വിളിക്കുന്ന മനുഷ്യന്മാരെ അങ്ങോട്ട് ജിന്ന് പറഞ്ഞത് അതൊക്കെ വെച്ചാണ്. അതൊന്നും ആവശ്യമില്ല. ചോദ്യത്തിന് ഉത്തരം പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തും ചെയ്തോളി. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്തും പറഞ്ഞോളൂ. അതാണ് നമുക്ക് വേണ്ടത്. ഇനി 5ാമത്തെ ചോദ്യം, 4 ചോദ്യം അവിടെ ബാക്കിയുണ്ട്. 5ാമത്തെ ചോദ്യം, നാട് നീളെ വ്യാപകമായി റബീഉൽ അവ്വലിൽ നിങ്ങൾ ഈ ഉമ്മത്തിനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ലേഖനമായും പ്രഭാഷണമായും വ്യാപകമായി ചെറിയ മക്കളെ കൊണ്ടുപോലും പള്ളികൾ മദ്രസയിൽ നിന്ന് പറയുകയും പാടിപ്പിക്കുകയും ചെയ്യുന്ന ആശയമാണ് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ 12 നബി ജനിച്ച ദിവസം അത് ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്നും 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്നും 3ാമത്തെ ഈദാണ് എന്നും ഒക്കെ നിങ്ങൾ പറയാറുണ്ട്. എങ്കിൽ അതിന് വല്ല പ്രമാണം ഉദ്ധരിക്കാമോ? വിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ സ്ഥിരപ്പെട്ട ഇജ്മാഅോ വ്യക്തമായ ഖിയാസോ? അതാണ് വാദത്തിലെഴുതിയ പ്രമാണങ്ങൾ. ഈ 4 പ്രമാണം, ഖുർആൻ, ഹദീസ്, ഇജ്മാഅ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളിൽ വല്ല പ്രമാണവും ഉദ്ധരിക്കാൻ പറ്റുമോ? നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കളവ് പൊളിക്കാനാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്. നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് റബീഉൽ 12 ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറയുണ്ടാക്കൽ നിർബന്ധമാണോ? ആ സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണോ? നിങ്ങൾക്ക് ഇതിന് ചോദ്യാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വരകാതിക്കണ്ട. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ്, ഓഡിയൻസ് ആലോചിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് മറുപടി ഞങ്ങൾ പറയുന്ന ഓരോ മറുപടികളും നിങ്ങളുടെ മാനദണ്ഡങ്ങളെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇബ്നു തൈമിയ്യ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇബ്നു തൈമിയ്യ ചെയ്തിട്ടുള്ള, പതിവായി ചെയ്തിട്ടുള്ള ആ സ്വതക്ക കൊടുക്കുക എന്ന കാര്യം, ആ കാര്യത്തെക്കുറിച്ച് എന്ത് വാക്കാണ്, എന്ത് പ്രതികരണമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത്? നിങ്ങളുടെ വാദം പൊളിയുകയല്ലേ? സ്വഹാബത്തിന് പതിവില്ല, താബിയകൾക്ക് പതിവില്ല, സലഫുസ് സാലിഹുകൾക്ക് പതിവില്ല. കൂലിയുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുമായിരുന്നില്ലേ? ഇനി കൂട്ടത്തിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്. ചെറുപാടി നിങ്ങൾ ഓഡിയൻസിനോട് പറഞ്ഞ മറ്റേ സംഭവങ്ങളുണ്ടല്ലോ. ഏത് മറ്റേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ധാരണ പിശക് പറ്റിയ ഖാന റിസാല ഉണ്ടല്ലോ, അത് പറയൂ. ആ ഖാന റിസാല പറയൂ. ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞോളൂ പഠിച്ചത്. ഇവിടെ ഇബ്നു തൈമിയ്യ നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം ഇബ്നു തൈമിയ്യ ബിദ്അത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ വരുന്നത്? എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? KM മൗലവി പറഞ്ഞ ആഘോഷത്തിൽ നിന്നാ പോരെ? ഓതിയത് KM മൗലവിയല്ലേ? ഞങ്ങൾ നബിദിനത്തെ എതിർക്കുകയോ നഊദു ബില്ലാഹ് എന്ന് അതിശയോക്തി പറഞ്ഞത് നിങ്ങളുടെ അൽ ഇർഷാദ് അല്ലേ? എന്തിനേറെ പറയണം ഒരു ഐക്യ സംഘത്തിന്റെ 11ാം വാർഷിക റിപ്പോർട്ടിൽ കാണാം, മൗലിദാഘോഷം നടത്തിയെന്ന് മാത്രമല്ല തരവ്യത്യാസമില്ലാതെ സദ്യ വിതരണം ചെയ്തു. നബിദിനാഘോഷം നടത്തുകയും സദ്യ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും വിസ്ഡംകാർക്ക് KM മൗലവിയോടും EK മൗലവിയോടും മറുപടി പറയാതെ നിങ്ങൾക്ക് നാളെ ആദ്യം മഹ്ശറിൽ നിന്ന് ഓരെ കണ്ടിട്ട് മറുപടി പറയേണ്ടി വരും. പിന്നെ ആരാണ് ഇത് പുണ്യമുള്ളതാണ്, ആരെങ്കിൽ പുണ്യമുള്ളതാണോ എന്ന്, ഈദാണോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. അഫ്ദലിയത്തിന്റെ കാര്യം നിങ്ങളുടെ സാക്ഷാൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന ലൈലത്തുൽ ഇസ്റാഇ ഫീ ഹഖ്ഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു മിൻ ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്രിനേക്കാൾ ലൈലത്തുൽ ഇസ്റാഇന് നബി തങ്ങൾക്ക് പുണ്യമുണ്ട്. നബി തങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് പുണ്യകരമാണ്. എന്താ പ്രത്യേകത? നബി തങ്ങളുടെ ഒരു ദാത്തിയായ പ്രത്യേകതയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇബ്നു തൈമിയ്യക്ക് ഇത് പറയാൻ, ഇബ്നുൽ ഖയ്യിമിന് സാദുൽ മആദിൽ ഈ അഫ്ളലിയത്ത് ഉദ്ധരിക്കാൻ എവിടുന്നാണോ രേഖ കിട്ടിയത്, എവിടുന്നാണോ മാനദണ്ഡം കിട്ടിയത്, അതേ മാനദണ്ഡം അതിന്റെ മുമ്പിൽ എന്ന് പറയുന്നില്ല, അതിന്റെ പിൻപിൽ എന്ന് പറയുന്നില്ല, അതേ മാനദണ്ഡം. ആ മാനദണ്ഡം തന്നെ നിങ്ങളുടെ ഈ വക ചോദ്യങ്ങൾക്ക് സ്വീകരിച്ചാൽ മതി. ആ ചോദ്യങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല. ഇമാം സുയൂത്തിയുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയില്ല. നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകം നിരാക്ഷേപം ചെയ്തു വന്ന തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല. നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ട നിങ്ങളുടെ സ്ഥാപക നേതാക്കളെന്ന് ഏത് അനാചാരങ്ങൾക്കെതിരെയും ശക്തിയുക്തം പ്രതികരിക്കുന്ന ആളെന്ന് നിങ്ങൾ പറഞ്ഞ KM മൗലവി, ആ KM മൗലവി കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ, ഈ KM മൗലവി കൊണ്ടുവന്ന മാനദണ്ഡങ്ങളെ, 1950കളിൽ നിങ്ങളുടെ സാക്ഷാൽ അൽമനാർ എഴുതിയ മാനദണ്ഡങ്ങളെ, ആ മാനദണ്ഡങ്ങളെ മറികടക്കാൻ ഖാദിയാനികളുടെ സോഫ്റ്റ്വെയർ സ്വീകരിച്ച്
നിങ്ങൾ ഉണ്ടാക്കിയ നെക്സസിൽ നിന്ന് രൂപപ്പെടുത്തിയ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ മോഡേണിസ്റ്റ് സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾ കുറെ കാര്യത്തിൽ മർക്കസുദ്ധാവക്കാരോടും കേന്നുമാകാരോടൊക്കെ തെറ്റി ഇങ്ങോട്ട് പോകുന്നതല്ലേ. ജിന്ന് വസീലത്തു ശിർക്ക് ഓരങ്ങളോട് പറയലില്ലേ, നിങ്ങൾ ഖുറാഫിയായല്ലോ, നിങ്ങൾ സുന്നികളേക്കാൾ കടുത്തവരായല്ലോ എന്നൊക്കെ പറയലില്ലേ. എന്തിനാ അതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് ഇബ്നു തൈമിയ്യയുടെ മാനദണ്ഡത്തിലേക്ക് പോരൂ, ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ മാനദണ്ഡത്തിലേക്ക് പോരൂ. അടുത്ത കൊല്ലം ഇതേ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഒരുമിച്ച് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ദലീൽ ഉയർത്തിപ്പിടിച്ച് നബിദിനാഘോഷം സന്തോഷകരമായി നടത്താം. അതിലേക്ക് വരൂ. നിങ്ങൾ മാറ്റങ്ങളൊക്കെ കുറെ കണ്ടു കാണാണ്ടല്ലോ, ആ മാറ്റത്തിലേക്ക് വരൂ. അതൊക്കെ കുറേ കാലം ആഘോഷത്തിൽ ഇങ്ങോട്ട് പോകുന്നത് ഇനിയാണ് വരാൻ നിർത്തില്ല. അതിൽ ആഗ്രഹിക്കുന്ന പഠിച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ ആഘോഷിച്ച് കണ്ട ഖുറാഫാത്തും ശിർക്കും മുഴുവൻ കൊണ്ടുവന്ന് അവസാനം മനസ്സിലായി ഇതൊന്നും ശരിയല്ല, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയല്ല. അത് മനസ്സിലാക്കിയപ്പോഴാ വഹാബിയത്തിന് മാറിയത്. ഇനി മരിക്കോളെ ഇൻഷാ അല്ലാഹ് ഈ ആശയത്തെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ പടച്ചറബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും ശരി, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് മൂപ്പഴത്തെ പണ്ട് ഉണ്ടാക്കിച്ച റെഡിമെയ്ഡ് അതങ്ങനെ പറയാൻ സാരമില്ല, സാധു പറഞ്ഞോട്ടെ, പറഞ്ഞ് വൃത്തിയില്ലപ്പോൾ നമ്മൾ എത്ര വ്യക്തമായിട്ടാണ് ചോദിച്ചത്. പക്ഷേ പ്രമാണങ്ങൾ ഒന്നുപോലും ഞാൻ ചോദിച്ചെന്താ, ഖുർആനുണ്ടോ, ഹദീസുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ? ഈ 4 പ്രമാണം ഏതാണുള്ളത്? അപ്പൊ ഇബ്നു തൈമിയ്യ എങ്ങനെ പറഞ്ഞു, ഇബ്നു ഖയ്യിം എങ്ങനെ പറഞ്ഞു? ഉച്ചക്കേശം എന്താ ഇബ്നു തൈമിയ്യന്റെ മൗലൂദ്, ഇബ്നു ഖയ്യിമിന്റെ മൗലൂദ്, KM മൗലൂദിന്റെ മൗലൂദ്, ഇതൊക്കെ ലേശം നിൽക്കുന്ന ഒരു മെച്ചം കിട്ടിക്കൂടായില്ല. നല്ലത് തന്നെയാണ്, അങ്ങനെയെങ്കിലും നിങ്ങൾ ആവുകൊണ്ട് പക്ഷെ നല്ല വരുമല്ലോ. ആവട്ടെ. ഏതായിരുന്നാലും ഇവിടെ 6 ചോദ്യങ്ങൾ വ്യക്തമായി ചോദിച്ചു. അതൊന്നും ഉത്തരം പറയാൻ നിങ്ങൾ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. 5 ചോദ്യങ്ങൾ ചോദിച്ചു. 6ാമത്തെ ചോദ്യമില്ല ഇവിടെ ചോദിക്കുകയാണ്, കൃത്യമായി കേട്ടോളി. നബിദിനാഘോഷം ആഘോഷം എന്ന നിലക്ക് അത് ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെങ്കിലും എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? അത് ചോദിക്കാൻ കാരണമുണ്ട്. നിങ്ങൾ ഇല്ലാത്ത വാദം എഴുതിയിട്ടാണ് നിങ്ങളെ വാദം മറച്ചു വെച്ച് തട്ടിപ്പേർത്തിയത്. ഷിർക്കാണെന്ന വാദം ശരിയല്ല എന്നാ. അപ്പൊ ഷിർക്കാന്നുള്ള വാദം ലോകത്ത് വാർക്ക് ഉണ്ടോ നമുക്ക് അറിയില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. മുജാഹിദ് പ്രസ്ഥാനം എവിടെയെങ്കിലും നബിദിനാഘോഷം ഒരു ആഘോഷമാണെന്ന നിലയ്ക്ക് ഇനി അർത്ഥപരമായി കൈതും ഇല്ലത്തും പറഞ്ഞ് തൽക്കാലമല്ലേ രക്ഷപ്പെട്ടു പോകാൻ നോക്കണ്ട, അതിനൊക്കെ പിടികൂടും. അതുകൊണ്ട് ഇത് ആഘോഷം എന്ന നിലയ്ക്ക് അതിനെ ഹുക്മ പറയുമ്പോൾ നിരുപാധികം അത് ഷിർക്കാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ കളവ് ഇനി നിങ്ങൾ എവിടെയും പറയരുത് എന്ന് മാന്യമായി ആവശ്യപ്പെടുകയാണ്. ഇല്ലാത്ത വാദം വെച്ച് കെട്ടുക, നിങ്ങൾ എന്നെ മറുപടിയും പറയുക, ഞങ്ങളെ വാദം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതേതായാലും ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഏതായിരുന്നാലും മൂപ്പക്ക് വസീയത്ത് ഷിർക്ക് എന്തോ വെച്ച സംശയം ബാക്കിയിട്ടുള്ളത് അതിന് സമയം പിന്നെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ സമയം തന്നാൽ ഒക്കെ പഠിപ്പിച്ചു തരാം. അതൊന്നും ഞങ്ങൾ ഇവിടെ അഭിപ്രായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശത്തിൻ്റെ പേരിൽ മാത്രം അല്ല, ഞങ്ങളെമാരി ശരീരം സുഹാബിയായിട്ടൊന്നല്ല നമ്മൾ ഉണ്ടായിട്ട് പോയത്. ഞങ്ങൾ കൃത്യമായി ആദർശ രംഗത്ത് വിയോജിപ്പുണ്ടായപ്പോൾ ആ വിയോജിപ്പ് സ്വന്തം കൂട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇത് ശരിയല്ല എന്ന് തുറന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിച്ചു. അല്ലാത്ത മറ്റു താല്പര്യങ്ങൾക്കല്ല ഞങ്ങൾ ഈ രൂപത്തൊന്നും പോയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ 6ാമത്തെ ചോദ്യത്തിന് കൂടി ഉത്തരം കിട്ടണം. മറ്റു ചോദ്യങ്ങൾ ബാക്കിയാണ്. ഉജൂബ് അല്ലേ ചോദിച്ചു, അത് മൂപ്പർ കേൾക്കുന്നേ ഇല്ല. അമർ ഉജൂബിനാണല്ലോ. ഉജൂബാണോ വാജിബാണോ നിർബന്ധമാണോ നബിദിനാഘോഷം? അല്ലെങ്കിൽ അതിന് ഉജൂബ് തെറ്റിക്കുന്ന കലീലത്ത് എന്താണ്, സാഹചര്യ തെളിവെന്താണ്? അതിനൊന്നും ഉത്തരമില്ല. ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ആഘോഷിച്ചത്? ഉത്തരം എല്ലാത്തിനും ഉത്തരം KM മൗലവി. ഇതല്ലാത്ത വേറൊരു ഉത്തരം പറയാൻ നിങ്ങൾ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയാണ് ഇവിടെ. ഏതായാലും ദുരാചാരമാണെന്ന് KM മൗലവി പറഞ്ഞ, നിങ്ങളുടെ വാദപ്രകാരമുള്ള ദുരാചാരമാണ് നബിദിനാഘോഷം എന്ന് KM മൗലവി പറഞ്ഞ ഒരു വരി ഇവിടെ പറഞ്ഞിട്ടില്ല. മുഹറമാത്തുകളെ എതിർക്കുക എന്ന് ഞങ്ങളും അംഗീകരിക്കണ പണിയല്ലേ? നമ്മളും നിങ്ങളും തമ്മിൽ തർക്കമില്ലാത്ത കാര്യത്തിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാര്യം പറയുന്നത്, എടുത്തുദ്ധരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ആ വക തട്ടിപ്പുകളെ കൊണ്ട് ഇവിടെ പിടികൂടാൻ കഴിയില്ല എന്ന്, ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യം ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വാദത്തിന്റെ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ലാഘവത്തോടു കൂടിയാ പറഞ്ഞത്? ഒരു പശുക്കുട്ടി ജനിക്കുന്ന പോലെ ഒരു മഹബത്തുള്ള മുഅ്മിൻ അത് എഴുതാൻ കഴിയോ? ഒരു മഹബത്തുള്ള ഖൽബിൽ ഈമാനിന്റെ ഹലാവത്തുള്ള ഒരു മുഅ്മിൻ അത് എഴുതാൻ കഴിയോ? ഒരു സ്വാഭാവിക സ്നേഹം പോലെ ആർക്കെങ്കിലും കുട്ടി ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഉണ്ടായല്ലോ എന്നതുപോലത്തെ സ്വാഭാവിക സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ നൂറ് വെളിപ്പെട്ടു എന്ന് ഇമാമുമാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അങ്ങനത്തെ നബി തങ്ങളുടെ ജനനത്തെക്കുറിച്ച് നേരത്തെ ഞാൻ ഇവിടെ വായിക്കുകയുണ്ടായി. നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഒരു അനുഗ്രഹം പോലുമല്ല.
അനുഗ്രഹം പോലുമല്ല എന്ന വാദം നിങ്ങൾക്ക് പോലും 100% ഏറ്റെടുക്കാൻ കഴിയാത്ത നിങ്ങളിൽ പലരും തന്നെ അഖ്ലാനിയാണെന്ന് പറയുന്ന റഷീദ് റിള കൊണ്ടുവന്ന വാദമല്ലേ അത് ഇസ്ലാമിക് മോഡേണിസ്റ്റ് വാദമല്ലേ? ആ സോഫ്റ്റ്വെയർ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി വലിച്ചെറിഞ്ഞു കളയുക. എങ്കിൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, അവർ കൃത്യമായിട്ട് നബി തങ്ങൾ ജനിച്ചത്, ഒരു മക്കയിൽ ഒരു കുട്ടി ജനിച്ചത് ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. എത്ര ഇമാമുമാരാണ്! എന്തിനേറെ പറയണം, ഒരു കാലത്ത് നിങ്ങൾ ആ എഴുതി വെച്ചതിനെയാണ് ഫൈസൽ മൗലവി ഇവിടെ നിന്ന് തിരുത്തിയത്. മാറ്റമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പതുക്കെ പതുക്കെ അങ്ങോട്ട് പോരുണ്ട്. അന്ന് പശുക്കുട്ടി എന്ന് പറഞ്ഞത് ഇന്ന് പറയാൻ ധൈര്യമില്ലല്ലോ. അന്ന് അനുഗ്രഹമില്ല, കേവലം ഒരു കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞത് പറയാൻ ധൈര്യമില്ലല്ലോ. ചെറുവാടിയിൽ വെച്ച് അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കുറച്ചുകൂടി എങ്ങോട്ട് എത്താനുള്ളൂ. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ? ഈ നേരത്തെ ഇവിടെ പറയാണ്, എന്നിട്ട് പറഞ്ഞത് മൗലിദ് ഓതിയാൽ ഗുണം കിട്ടുമെന്നൊക്കെ ഇബ്നു തൈമിയ്യക്ക് ഉണ്ടല്ലോ എന്ന്. ഏറ്റവും ചുരുങ്ങിയത് ഈ ചെറുപാടി സംവാദം തീരുമ്പോ നബിദിനങ്ങൾ ആഘോഷിച്ചിട്ടില്ലെങ്കിലും മൗലിദ് ഓതിക്കോളൂ എന്ന ഒരു സന്ദേശമെങ്കിലും വിസ്ഡം മുജാഹിദിന്റെ ആസ്ഥാന നേതാവിന് ഇവിടെ പറയേണ്ടി വന്നു എന്നത് തന്നെയാണ് ഈ സംവാദത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന്. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ, ഇതിന് എങ്ങനെയാണ് മാനദണ്ഡം? ഞങ്ങളുടെ മാനദണ്ഡങ്ങളൊക്കെ ഇമാമുമാർ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അതിനപ്പുറത്തൊരു മാനദണ്ഡങ്ങളില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന ആ ആയത്തിന്റെ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം മഹാനായ ഇബ്നു അബൂ സഊദ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇത് ഈ പറയപ്പെട്ടതിൽ നബി തങ്ങളുടെ കാലഘട്ടത്തിലുള്ളതും പിന്നീടുള്ളതുമായ പുണ്യങ്ങളൊക്കെ ഇതിനകത്ത് പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ആഘോഷം എന്ന നിലയ്ക്ക് നിങ്ങൾ ശിർക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇതാ സൽസബീൽ. നിങ്ങൾക്ക് നബിദിനാഘോഷത്തിൽ നിങ്ങൾക്ക് ഇതാ മൗലിദ് കഴിക്കൽ ശിർക്കാണെന്ന് പറയാൻ കാരണം അല്ലാഹുവല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ അവരുടെ സഹായം തേടുകയും ചെയ്യുക എന്ന ശിർക്കിന്റെ കയമ്പ് ഉള്ളത് കൊണ്ടാണ് എന്നാണ്. ഈ കയമ്പില്ലാത്തൊരു മൗലിദാഘോഷം നിങ്ങൾക്കുണ്ടോ? അതിന്റെ ശേഷം പറയുന്നത് എന്താ? മൗലിദാഘോഷത്തിൽ നിന്റെ നിർവചനം പോലും നിങ്ങൾക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു കയമ്പുള്ള മൗലിദാഘോഷം പറ്റൂല എന്നേ ഉള്ളൂ, ആ കയമ്പില്ലാത്ത മൗലിദാഘോഷം തരക്കെടില്ല. എങ്കിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ ചെറുപാടിയിൽ എന്ന് പറയൂ. എങ്കിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ ചെറുപാടിയിൽ എന്ന് പറയൂ. നിങ്ങൾ നബിദിനാഘോഷത്തെ കുറിച്ച് തന്നെയാണ് ഈ ഹുക്മ പറഞ്ഞത്. അത് ശിർക്കാണെന്ന വാദം നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അത് അവിടെ മാത്രമല്ല, നിങ്ങളുടെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അപ്പോൾ പദ്യങ്ങളും പ്രാർത്ഥനാ കീർത്തനങ്ങളും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്, അത് ശിർക്കിന്റെ നടപടി തന്നെയാണ് എന്ന് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു മൗലിദാഘോഷത്തെ നിങ്ങൾ നിർവചിച്ചിട്ടില്ല. അതേ സമാനമായ ആശയം നിങ്ങൾ അൽ ഇസ്ലാഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേൽ പറഞ്ഞ തെളിവുകളിൽ നിന്ന് മൗലിദ് ആഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് മനസ്സിലായി. ഒരു ഉപാധിയും അവിടെ പറഞ്ഞിട്ടില്ല. ശിർക്കുമാണ്, ബിദ്അത്തുമാണ്. നമ്മൾ സാധാരണ പനിച്ചിട്ട് മരിക്കാന്ന് കേൾക്കലുണ്ട്, മരിച്ചതിന് ശേഷം പനിച്ചു എന്നുള്ള വാക്യം നമ്മൾ കേട്ടിട്ടില്ല. അതാണ് നിങ്ങൾ പറഞ്ഞ ശിർക്കും ബിദ്അത്തുമാണ് എന്ന് അല്ലേ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കാംക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇതാ തഫ്സീർ അബൂ സഊദ് പറയുന്നു, നബി തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിക്കണം മശ്ഹദം വ മഗീബ, ദൃശ്യമായും അദൃശ്യമായും എല്ലാം നിങ്ങൾക്കെതിരാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതിലേതായാലും ഉത്തരം കിട്ടി, നമുക്ക് അനുകൂലമായ ഉത്തരം കിട്ടി. ഞങ്ങൾ എന്താ ചോദിച്ചത്? നിരുപാധികം ശിർക്ക് എന്നാര് പറഞ്ഞു? അതില്ല, അത് ഉറപ്പായല്ലോ. ഒരു ഫുള്ളാണ് വായിച്ച് കൃത്യമാണ്, അത് പറഞ്ഞാൽ മതി. നിരുപാധികമല്ല. കാരണം എന്താ? പിന്നെ എന്തുകൊണ്ടാണ് ശിർക്ക് പറയാൻ കാരണം? അത് അദൃശ്യമാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലുണ്ട്, അതിൽ പൊരുത്തം കാംക്ഷിക്കലുണ്ട്, അതുകൊണ്ടാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ക്ലിയറാണ്. അതുകൊണ്ട് നമ്മളും പറയും ശിർക്കാണ്. അതുകൊണ്ട് ശിർക്ക് തന്നെയാണ്. അതന്നെ ഓർമ്മ തീർച്ചയായിട്ടുമുള്ളത്. ഓർമ്മ തീർത്താൽ നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ കമ്പ് നിങ്ങളെ ഉസ്താദ് ഇത് വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ബാക്കിൽ എന്തോ ഇല്ലേ, അതെന്താ നിങ്ങൾ കട്ടത് വെച്ചപ്പോൾ ശിഷ്യനും അതന്നെ കക്കുകയാണ്. ഇവിടെ അതന്നെ പണി. എന്താ പറ്റേ? കുറച്ച് മനസാക്ഷി കുത്ത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇല്ലാതെക്കാൻ സാധ്യതയില്ല. എത്ര കടുത്ത മനസ്സാണെങ്കിലും ചെറിയ മനസാക്ഷി കുത്ത് ഇല്ലാതെക്കൊന്നുമില്ല മനുഷ്യന്മാരല്ലേ. ഇവിടെ തന്നെ പറഞ്ഞത് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? മൗലിദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നു, അതിഗുരുതരമായ മറ്റൊരു താത്വിക വശം മൗലിദ് കഴിക്കുന്നതിലുണ്ട്. അതായത് സൃഷ്ടികളെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖിന്റെ പൊരുത്തം പോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല.
മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നതും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിൻ്റെ കഴമ്പാണ് താനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാകീർത്തങ്ങളിലും ദോഷകരമായ അതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളുടെ പൊരുത്തവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ്. അത് ശിർക്കും കുഫറുമാണ്. കുതുബിയത്ത് റാത്തീബിലും നടത്തുന്ന 12 റക്അത്ത് നിസ്കാരം പോലും ഈ വകുപ്പിൽ പെടുന്നതാണ്. കാരണം നിസ്കാരം വരെ ശിർക്കാണ് ഉമർ വലി പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. അത് 100ൽ 100 നിത്യനൂതന പ്രസക്തമായ ലേഖനമാണ് എന്ന് ഇവിടെ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുന്നു. ഏതായിരുന്നാലും 6 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒന്നിനും ഉത്തരം പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടതുണ്ട്, പറയാതെ പോയിക്കൂടാ. ഏത് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് അറിയാലോ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വെറുതെ ഒരു ആരോപണം മാത്രമല്ല. ഇത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞു. എനിക്ക് എന്താണോ കിട്ടേണ്ടത് ആ ഉത്തരം തന്നെയാണ് അൽഹംദുലില്ലാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾക്ക് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ബിദാലിക യഫ്റഹു ഫൽയഫ്റഹു എന്ന ആയത്താണല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈസാ നബി റഹ്മത്താണ്, സംശയമില്ലല്ലോ. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുന്ന ഖുർആനുണ്ട് താനും. ഈ 2 ആയത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമസ്തക്കാരൻ അവൻ ക്രിസ്മസ് ആഘോഷിച്ചാൽ അതിൻ്റെ ഹുക്കം എന്താണ്? ഇനി അതുമാത്രമല്ല, ഈ സൂറത്ത് യൂനുസ് ഇതേ ആയത്ത് തന്നെ ഫൽയഫ്റഹു എന്ന അതേ ആയത്ത് തന്നെ അതിൻ്റെ തഫ്സീർ റഹ്മത്തായി ഫദ്ലായി മുഫസ്സിരീങ്ങൾ പലതും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അലി ഇബ്നു അബീ ത്വാലിബാണ് എന്നുണ്ട്, ഖുർആനാണ് എന്നുണ്ട്, ഹിദായത്താണെന്നുണ്ട്. അതൊക്കെ വെച്ച് ആഘോഷമുണ്ടാക്കിയാൽ അതിൻ്റെ ഹുക്കം എന്താണ്? അതുകൂടി പറയണേ. ഇവിടെ ഫൈസൽ മൗലവി പറയുകയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ആ നിലപാട് പോലും വിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആൻ പറയുന്നു വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹ്, ഏറ്റവും കൂടുതൽ ഇർദാ ചെയ്യപ്പെടേണ്ടത് അല്ലാഹുവും അവന്റെ റസൂലുമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അബൂ സഊദ് രേഖപ്പെടുത്തുകയാണ്, ഐ അഹഖു ബിൽ ഇർദാഇ, ഇർദാ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ. അതിൽ ഗണത്തിൽ ആര് പെടുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെടുന്നു. എന്നിട്ട് നബി തങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. എങ്ങനെ? ഫീ ബാബിൽ ഇജ്ലാലി, അവിടത്തോടുള്ള മഹത്വം, വൽ ഇഅ്ദാമി, അവിടത്തോടുള്ള ആദരവുകൾ, മശ്ഹദൻ വ മഗീബാ, അവർ ദൃശ്യത്തിലാവട്ടെ അദൃശ്യത്തിലാവട്ടെ, സാന്നിധ്യത്തിലാവട്ടെ അസാന്നിധ്യത്തിലാവട്ടെ, അതിന്റെ ഇർദാ പൊരുത്തം പ്രതീക്ഷിക്കണമെന്ന് ഖുർആൻ. എന്നാൽ പൊരുത്തം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണെന്ന് ഫൈസൽ മൗലവി. എങ്ങനെയുണ്ട് നിലപാട്? ഇനി എവിടെ നിങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ പറഞ്ഞ ഹുക്കുമിൽ, നിങ്ങൾ ആ പറഞ്ഞ നബിദിനാഘോഷം ശിർക്കാണെന്ന് പറഞ്ഞ ആ തീരുമാനത്തിൽ എവിടെയും നിങ്ങൾ അങ്ങനെ ഒരു ഖൈദ് പറഞ്ഞിട്ടില്ല. അത് ഖൈദല്ല, അത് നിങ്ങൾ അതിനുശേഷം പിന്നെ ഒരു കാരണം പറഞ്ഞതാണ്. അപ്പൊ യാത്രക്കാരനെ ജംആക്കാമെന്ന് പറയും. എന്നാൽ എന്തുകൊണ്ട്? ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ജംആക്കുന്നത്. എന്നാൽ ഈ ഹുക്കുമ് നിരുപാധികമാണ്. ഈ കാരണം സംഭവിച്ചിട്ടില്ലെങ്കിലും ഹുക്കുമ് നിരുപാധികമാണ്. എങ്കിൽ നിങ്ങൾ പറയണം, ഇതാ KM മൗലവിയൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ പറയൂ, ഇത് മുഹറമാത്തുകൾ ഉള്ള നബിദിനം പാടില്ല, മുഹറമാത്തുകൾ ഇല്ലാത്ത നബിദിനം പറ്റും എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ഹാജരാക്കണം എന്നാണ് ഞങ്ങൾക്ക് മാന്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനിയിപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്താണോ, ക്രിസ്മസ് ആഘോഷിക്കുമോ എന്നാണ്. അപ്പൊ നബിദിനം ഒക്കെയാണ്, ഇനി ക്രിസ്മസിന്റെ കാര്യത്തിൽ ആശങ്കയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മൗലവി, ഈസാ നബിയും ക്രിസ്തുമസും തമ്മിൽ എന്താ ബന്ധം? ഏറ്റവും ചുരുങ്ങി ചോദിക്കുമ്പോ അതെങ്കിലും ആലോചിക്കണ്ടേ? ഇനി അവിടെ നിൽക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ആ റഹ്മത്തിലോ വിശുദ്ധ ഖുർആൻ ആമായി പറഞ്ഞ, പൊതുവായി പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന റഹ്മത്തിന്റെ നിർവചനത്തിലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏത് മുഫസ്സിറ ഉൾപ്പെടുത്തിയത്? ഈ ചോദ്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. നാളെ മഹ്ശറിൽ KM മൗലവിയെ കാണുമ്പോൾ ചോദിക്കണം, നിങ്ങൾ എന്തിനാ നബിദിനം ആഘോഷിച്ചിട്ട് ക്രിസ്മസ് എന്തിനെ ഒഴിവാക്കിയത്? ഞങ്ങൾക്ക് അന്നാണ് 10 ദിവസം ലീവ് കിട്ടുന്നത്, ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, ആ 10 ദിവസമാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ആഘോഷിക്കാമായിരുന്നു എന്ന് പറയേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്താണെന്ന് ഇവിടെ പറഞ്ഞു. ഇത്
മത്ലൂബാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് ഞങ്ങളാരും യോഗം ചേർന്ന് തീരുമാനിച്ചതല്ല. വസീലത്തു ശിർക്ക് നിങ്ങൾ തീരുമാനിച്ച പോലെ തീരുമാനിച്ചതല്ല, നിങ്ങൾ വസീലത്തു ശിർക്ക് തീരുമാനിച്ച പോലെ ഞങ്ങൾ തീരുമാനിച്ചെടുത്തതല്ല. ഇത് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതാണ്, ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതാണ്, അവർ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയതാണ്. അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇബ്നു ഹജർ തങ്ങളെ മിണ്ടാത്തത്. നിങ്ങൾക്ക് പലയിടത്തും മഹാനവറുകൾ വേണം. അതിനൊക്കെ പുറമെ ഈ രേഖകളൊക്കെ പരിശോധിച്ച് അനാചാരത്തിന്റെ ഭൂതക്കണ്ണാടി കൊണ്ട് ഇങ്ങനെ നോക്കി 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 ഓരോ അനാചാരത്തിനും ചെക്ക് ലിസ്റ്റ് ഇട്ട് നിരോധിച്ചിരുന്ന KM മൗലവി, EK മൗലവി ഓരോന്നും അനാചാരത്തിന്റെ ദുരാചാരത്തിന്റെ ഭൂതക്കണ്ണാടിയിൽ നബിദിനാഘോഷം കണ്ടില്ല. എന്തുകൊണ്ട്? അത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ പ്രാമാണിക നിലപാടിനോട് എതിരാകും. അവരാരും ഫാക്കിഹാനിയെ കാണാത്തത് കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? ആ അഭിപ്രായങ്ങൾക്ക് നിരൂപണങ്ങൾ പണ്ഡിതോചിതമായി വന്നിട്ടുണ്ട് എന്ന് അവർക്ക് കുറച്ചൊക്കെ കിതാബ് തിരിയുന്നവരായതുകൊണ്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിങ്ങനെ ഇടങ്ങറായിട്ട് ഒരു സംവാദമൊക്കെ നടത്തുമ്പോൾ ഒരു പുതിയ ചോദ്യങ്ങൾ വരണ്ടേ? ഈ ക്രിസ്തുമസും ഈ ഈസാ നബിയും ഇതൊക്കെ എത്ര കാലമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് പ്രൂഫ് പോയിന്റിന് വേണ്ടി റെഫർ ചെയ്തിട്ട് പുതിയതൊന്നും കിട്ടിയില്ലേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ക്രിസ്മസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടോ? വേറെ സംവാദം ചെയ്തോളേ. അവ ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കി ആ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വരി. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഞങ്ങളുടെ വാദം എന്താണ്? ഈ നബിദിനാഘോഷം അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് നബിദിനാഘോഷം പുണ്യകർമ്മമാണ്. അത് പുണ്യകർമ്മമല്ല എന്ന് ഒരായത്ത് കൊണ്ട് ഇവിടെ തെളിയിച്ചോ? ഒരൊറ്റ ഹദീസ് കൊണ്ട് തെളിയിച്ചോ? ഏതെങ്കിലും ആധികാരികമായ പണ്ഡിത തീരുമാനങ്ങളെ പറഞ്ഞോ? എന്നിട്ട് ശിർക്കും ദുരാചാരവുമാണെന്ന നിങ്ങൾ പറഞ്ഞ വാദത്തെ ഞങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തിയില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ? അതിൽ പിന്നെ ഉപാധി പറഞ്ഞ് തടിയുരാൻ നോക്കണ്ട. അത് ഒറ്റക്ക് നടക്കും, ഇവിടെ നടക്കൂല. അങ്ങനെ തെളിയിക്കാൻ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചെങ്കിലേ 10 ചോദിച്ച ഉത്തര സമയം ഉണ്ടായിട്ട് ചോദിച്ചിട്ടേ ഇല്ല. അത് ചോദിക്കണ്ടേ? എന്താ ചോദിക്കണ്ടേ പോലും അറിയില്ല. എന്നിട്ട് ഇപ്പം പറയാ നിങ്ങൾ തെളിയിച്ചോ ചോദ്യം ചോദിക്കാതെ തെളിയിക്കാൻ പറ്റുമോ? നബി ഞങ്ങൾക്ക് പരിചയമില്ല, സ്വഹാബിക്ക് പരിചയമില്ല. എത്ര ആവശ്യപ്പെടെ ആവർത്തിച്ച് പറഞ്ഞു? ഒരിക്കലും നിങ്ങൾ പറഞ്ഞു അതൊന്നുമല്ല, ഒരിക്കൽ പരിചയമുണ്ടെന്ന് പറഞ്ഞോ? ക്രിസ്മസ് ചോദിച്ചാൽ എന്തുകൊണ്ടറിയോ? വിശുദ്ധ ഖുർആനിൽ ഈസാ നബിയെ പറ്റി റഹ്മത്തിന് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് വാദമുണ്ടോ ഈസാ നബി റഹ്മത്തല്ലാന്ന്? ഈസാ നബി ഇസ്ലാം റഹ്മത്തല്ലാന്ന് വാദമുണ്ടോ? സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വലനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ. നമ്മൾ റഹ്മത്താണ് ഈസാ നബിയെ പറ്റി അല്ലാഹു പറഞ്ഞത്. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുന്നതാണ് അപ്പുറത്ത് ഖുർആനിലുള്ളത്. ഈ ആയത്ത് വെച്ചാണ് ചോദിക്കുന്നത്. ഇത് KM മൗലവി ചോദിക്കേണ്ട കാര്യമില്ല. KM മൗലവി നബിദിനാകട്ടെ ക്രിസ്മസ് ആവട്ടെ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച അസ്ലം എന്താണോ ആ അസ്ലം നിന്നുകൊണ്ട് തന്നെയാണ് അതിനെ പറ്റിയൊക്കെ വിവരിച്ചത്. ആ ലേഖനം ഫുള്ള് വായിച്ചാൽ ഈ തട്ടിപ്പൊക്കെ തീരും. നിങ്ങൾ ലേശം ഇഷ്ടമുള്ളത് വായിക്കുക. ഈ KM മൗലവി എന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. അതൊക്കെ എത്രയോ സ്ഥലത്ത് നമ്മൾ വായിച്ചു പറഞ്ഞു പഠിപ്പിച്ചാണ്. എത്ര സ്ഥലത്ത് നമ്മൾ എഴുതിയതാണ്. നിങ്ങളതൊന്നും കേൾക്കൂല, അല്ലെങ്കിൽ കേട്ട പോലെ നടിക്കൂല. അത് പിന്നെ എങ്ങനെ പറഞ്ഞെടുക്കുക എന്നല്ലാതെ അത് നിങ്ങൾ പറഞ്ഞോളി. KM മൗലവിൻ്റെ മദ്ഹബ് പറയാൻ ഇങ്ങനെയൊക്കെ തൗഫീഖ് ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ശരി, ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ആയത്ത് വെച്ചുകൊണ്ട് ഈസാ നബി ഇസ്ലാം റഹ്മത്താണ് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നും ഖുർആൻ പറഞ്ഞു. അതാണ് നബിദിനം ആഘോഷിക്കാൻ തെളിവ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ആയത്തുകൾ ഓതി. അതേപോലെ റഹ്മത്താണ് ഈസാ നബിയും. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം ആയത്തൊതി. അപ്പൊ ഈ റഹ്മത്താണ് ഈസാ നബിയെ കൊണ്ട് സന്തോഷിക്കണ്ടേ? മാത്രവുമല്ല, നിങ്ങളെപ്പോലെ നിങ്ങളെക്കാൾ സീനിയറായ ഫൈസി അദ്ദേഹം എഴുതിയ ഈ നബിയുമായി ബന്ധപ്പെട്ട മജ്മുഉൽ അൻവാർ എന്ന കിതാബിൽ അദ്ദേഹം പറയും എന്താ തെളിവായി കൊണ്ടുവരികയാണ്. വെള്ളിയാഴ്ച ദിവസം ആദം ഇസ്ലാം ജനിച്ച ദിവസമാണ് എന്ന ഹദീസ് വെച്ചുകൊണ്ട് പറയാണ്. ഇതിൽ നിന്ന് തെളിവായി പിടിക്കാം ഈ ഹദീസും തെളിവായി പിടിക്കാം. തശ്രീഫുസ് സമാൻ അല്ലദീ സബത അന്നഹു മീലാദുൻ ലിഅയ്യി നബിയ്യിൻ മിനൽ അംബിയാഇ. ഏതെങ്കിലും നബി ജനിച്ച ദിവസത്തെ തന്നെ ശറഫുണ്ട് എന്ന് തെളിവാണ് ഈ ഹദീസ് എന്നാണ് നിങ്ങളെക്കാളും സീനിയറായ ഫൈസി പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒന്നുകിൽ നിങ്ങൾ രണ്ടും നിർത്തണം, അത് രണ്ടും ആഘോഷിക്കണം. അതേ വകുപ്പുള്ളൂ ഒന്ന് ആഘോഷിച്ച് മറ്റേ മാറ്റിക്കുന്നത് അമ്പിയാക്കൾക്കിടയിൽ വിഭജനം കാണിക്കലാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അടുത്ത ചോദ്യം, നിങ്ങൾ നബിദിനാഘോഷം നല്ല വിധേയത്താണ് എന്ന് പറയുന്നു. സമാനമായി ഒരുപാട് കാര്യങ്ങളെ പറ്റി അയിമ്മത്ത് കിതാബുകളിൽ ബിദ്അത്തും മുൻകറായ എന്ന് എണ്ണി പറയുന്നു. റഗായിബ് നിസ്കാരം പോലെ, പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കും പോലെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതൊക്കെ ബിദ്അത്തും മുൻകറാണ് എന്ന് പറയുന്നു. നിങ്ങൾ നബിദിനാഘോഷത്തിന് ന്യായം പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിലും പറയാമല്ലോ. എന്നിട്ടും അവർ അതേക്കുറിച്ച് ബിദ്അത്തും മുൻകറായ എന്ന് പറഞ്ഞു. എങ്കിൽ ബിദ്അത്തുൻ മുൻകറയും ബിദ്അത്തുൻ ഹസനയും നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും വേർതിരിയാൻ എന്താണ് മാനദണ്ഡമെന്ന് ഉലമാഇന്റെ ഖൗൽ വെച്ചുകൊണ്ട് പറയണമെന്നാണ് അടുത്ത ചോദ്യം. ക്രിസ്തുമസും ഈസാ നബിയും തമ്മിൽ എന്താ ബന്ധം? അതിപ്പങ്ങനെ കൂടുകയാണ്. ക്രിസ്തുമസും ഈസാ നബിയും അത് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലാത്ത നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം ക്രിസ്തുമസിനാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? വിസ്ഡം മുജാഹിദിന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പുതിയ വസീലത്തു ശിർക്കൊക്കെ പുതിയ വരികയല്ലേ, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരി.
ഞങ്ങൾ നിങ്ങളെപ്പോലെ മുജ്തഹിദുകളല്ല. നിങ്ങൾ റബ്ബനസ്തംത ഓതിയിട്ട് വസീലത്തു ശിർക്ക് സ്ഥിരപ്പെടുത്തുന്ന പോലെ മുജ്തഹിദല്ല ഞങ്ങൾ ഇമാമുമാർ പറഞ്ഞതിനെയാണ് സ്വീകരിച്ചത്. അവിടെയാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ മുമ്പ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ഈ ചോദ്യം നിലനിൽക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ ചോദ്യം കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കൊള്ളുക, അത്രേ അതിൽ പറയാനുള്ളൂ. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് ഒരിക്കലും ഉന്നയിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ സ്വന്തം പറയുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങളുടെ മൗലവി ഇ.കെ. മൗലവിക്ക് പറഞ്ഞതുപോലെ എന്ന ആയത്തോതി ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഖുൽ ബിഫദ്ലില്ലാഹിയുടെ വറഹ്മതിഹിന്റെ തഫ്സീറിലുള്ളത് കൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയതാണ്. അതല്ലാതെ നിങ്ങൾ 2012 ഭൂരിപക്ഷം നോക്കി തൗഹീദും ശിർക്കും തീരുമാനിക്കുന്ന പരിപാടി ഉണ്ടായില്ലേ, ഏതുപോലെ സ്വന്തം ജിത്തിഹാദ് നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുഫസ്സിർ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇന്ന മുഫസ്സിർ ഇതാ റഹ്മത്തിന്റെ ഈസാ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേ ആ ചോദ്യം നിലനിൽക്കുകയുള്ളൂ. ചോദ്യം ചോദിക്കാൻ ഇപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചിരണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ആ ജാമിയത്തുൽ ഹിന്ദിൽ റഷീദിയെ ഒക്കെ ഒരു കിതാബായിട്ട് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. എന്നാൽ അടുത്ത സംവാദത്തിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആ ചോദ്യത്തിന് ഒട്ടും നിലപാടില്ല. ഇനി ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഈ വിരൽ ചൂണ്ടുമ്പോൾ ആലോചിക്കുക, ഇതാ കെ.എം. മൗലവിയുടെ നെഞ്ചത്തേക്കാണ് ആ ചോദ്യം. എന്തേ മൗലവി ക്രിസ്മസ് ആഘോഷിക്കാതിരുന്നത്? എന്തേ മൗലവി ഇ.കെ. മൗലവി ക്രിസ്മസ് ആഘോഷിക്കാതിരുന്നത് എന്നതാണ് അവിടുത്തെ ചോദ്യം. ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറെ ബിദ്അത്ത്, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ബിദ്അത്തുകൾ കടത്തി കൂട്ടിയിട്ടുണ്ട് പലരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ബിദ്അത്തിനെ ശക്തിയുക്തം എതിർക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ഓതലില്ലേ ഇബ്നുൽ വല്ലാഹിന്റെ കിതാബൊക്കെ പലയിടുന്ന് ഓതലുണ്ടല്ലോ, എവിടെ കിതാബൊക്കെ? അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ബിദ്അത്തുകൾ, ആ ബിദ്അത്തുകളെയൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ബിദ്അത്തുകളെ നിരാകരിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. ഇമാമുമാർ പല ബിദ്അത്തുകളെ കുറിച്ച് മുൻകർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുകയുമില്ല. പക്ഷെ ചോദ്യം എന്താണെന്നറിയോ? ഈ നിങ്ങൾ അവിടെ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അത് ബിദ്അത്ത് മുൻകറത്താണ്. എന്തുകൊണ്ട്? ഇതാ ഈ കാരണം. ഏത് കാരണം? നിങ്ങളുടെ വാദം സ്വഹാബത്തിന് പതിവില്ല, താബിഈകൾക്ക് പരിചയമില്ല, സലഫു സാലിഹീകൾക്ക് പരിചയമില്ല, ദുരാചാരമാണ്. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എല്ലാവരൊന്നും പറഞ്ഞത്. ഇവിടെ പറഞ്ഞ സലാത്തുർ റഗായിബാവട്ടെ, അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ കാരണം? ആ കാരണം നിങ്ങൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന കാരണമാണത്. ഏതാണ് ആ കാരണം? ഇവിടെ വിഷയാവതരണത്തിൽ അൻവരി ഉസ്താദ് പറഞ്ഞു, ബിദ്അത്താകുന്നത് എപ്പോഴാണ്? നിങ്ങൾ ബിദ്അത്തിൽ ഇബാദത്തിൽ പുതിയ നിർവചനം ഉണ്ടാക്കിയതുപോലെ ബിദ്അത്തിൽ പുതിയ നിർവചനം ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അറിയാതെ പോകുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തുൻ നസ്സാകണം, അതല്ലേ? പരിശുദ്ധ ഇസ്ലാമിന്റെ നുസൂസുകളോട്, പ്രമാണങ്ങളോട്, അദില്ലത്തുകളോട് മുഖാലഫത്തുണ്ടാകണം. ആരാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്വലാത്തുർ റഗായിബ് അതും ബിദ്അത്താണെന്ന് പറഞ്ഞു? എന്താ കാരണം? തൊട്ടടുത്ത് ഉടനെ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്, അത് മൗദൂആയ ഹദീസുകളെ കൊണ്ടാണ് സ്ഥിരപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇമാമുമാർ ഇത്തരം ഇൽമിയായ ബഹ്സുകളൊക്കെ നടത്തും. ആ നടത്തുന്ന ബഹ്സുകൾക്കൊന്നും നിങ്ങൾ പറയുന്ന ഈ കാരണം പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ബിദ്അത്തുകളെ എതിർക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ മഹാനായ നവവി ഇമാമിന്റെ ഉസ്താദായ അബൂ ശാമ എന്നവർ മഹാനവർകൾ ബിദ്അത്തുകളെ എതിർക്കാനായിട്ട് കിതാബ് ഉണ്ടാക്കിയതാണ്. ആ കിതാബിൽ പറയുന്നത് ഈ പറയപ്പെട്ട മുഖാലഫത്തുകളൊക്കെ തന്നെയാണ്. അവിടെയും പറഞ്ഞത് ഇതാ നബിദിനാഘോഷം അത് നല്ല കാര്യമാണ് എന്നാണ്. ബിദ്അത്തുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് എത്ര കിതാബുകൾ അഹ്ലുസുന്നയുടെ ഉമാമാരുണ്ടാക്കി. അവരൊക്കെയും കുറേ ബിദ്അത്തുകളെ, സുയൂത്തി ഇമാം ബിദ്അത്തിനെ എതിർത്തിട്ടില്ലേ? ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ബിദ്അത്തിനെ എതിർത്തിട്ടില്ലേ? അവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ എന്തേ? അവർ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് പറയാതിരുന്നത് അത് ഉപയോഗിച്ച് അവർക്കറിയാം അവിടെയുള്ള മാനദണ്ഡങ്ങൾ മുഖാലഫത്തുൻ നുസൂസാണ്, ആധികാരിക പ്രമാണങ്ങളോട് എതിരാവലാണ്. എന്നാൽ നബിദിനാഘോഷത്തിന്റെ കാര്യത്തിൽ അതില്ല എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അതിനെ എതിർക്കാതിരുന്നത്, സുയൂത്തി ഇമാം എതിർക്കാതിരുന്നത്. അതല്ലാതെ അവർക്ക് ബിദ്അഇകളാണ്, ബിദ്അത്തുകാർക്ക് ദാസ്യവേല ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളുടെ കെ.എം. മൗലവിക്ക് പോലും തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ദൗർഭാഗ്യകരം. അപ്പൊ ഏതായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിന് ഹദ്ദ് പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞെന്താണ്? ബിദ്അത്തും മുൻകറയും ബിദ്അത്തും ഹസനയും വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്തിനാണ്? അതിലെന്താ മൂപ്പര് പറഞ്ഞത്? അത് മുൻഗാമികൾ ചെയ്യാത്തതുകൊണ്ട് ബിദ്അത്ത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? എത്ര കിതാബുകളിൽ ഈ വിഷയം പരാമർശിക്കുമ്പോഴൊക്കെ ഒരു പറഞ്ഞെന്താ? സലഫുകൾക്ക് പരിചയമില്ല എന്നാ. ഒരു ഉദാഹരണം കണ്ടോളൂ. ഇബ്നു ജമാഅ റഹ്മത്തുള്ളാഹി പറയുന്നു, ബിദ്അത്ത് എണ്ണിപ്പോഴാണ് ഖബറിൽ പോയി കുമ്പിടൽ, അതേപോലെ അവിടെ പോയി ചുംബിക്കൽ തുടങ്ങിയ പലതും പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഇതൊക്കെ ബിദ്അത്താണെന്ന് മാത്രമല്ല
വഅഖ്ബഹു മിൻഹു തഖ്ബീലുൽ അർളി ലിൽഖബ്രി, ഖബറിന്റെ ആ മണ്ണ്, ആ ഭൂമി അത് ചുംബിക്കുക അതിനേക്കാൾ മോശമായതാണ് ലം യഫ്അൽഹു സലഫുസ് സ്വാലിഹു, ലം യഫ്അൽഹു സലഫുസ് സ്വാലിഹു, സലഫുസ് സ്വാലിഹികൾ ചെയ്തിട്ടില്ല, സലഫുസ് സ്വാലിഹികൾ ചെയ്തിട്ടില്ല. എത്ര വിഷയങ്ങളിൽ ഈ നബിദിനം ബിദഅത്തുൽ ഹസന പറഞ്ഞവർ പോലും പറഞ്ഞു അത് മുൻഗാമികൾ ചെയ്തിട്ടില്ല. ആരാ പറയാത്തത്? ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് എന്താണ് മാനദണ്ഡം എന്നുള്ളത്. പിന്നെ ക്രിസ്മസും ഈസാ നബി എന്താ ബന്ധം എന്നാ, മുഹമ്മദ് നബിയും നബിദിനാഘോഷം എന്താണോ ബന്ധം, ആ ബന്ധം തന്നെ ഈസാ നബിയും ക്രിസ്മസ് തമ്മിലുള്ളത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസൂലിഹി, റസൂലുമാർക്ക് തഫ്രീഖ് പറ്റൂല. അതേ ബന്ധത്തിലുള്ളത് നിങ്ങളെ ഫൈസ ചെയ്തില്ലേ ഏതെങ്കിലും നബി ദിവസം മതി. പിന്നെ ഇപ്പം എന്താ കണ്ടുപിടിച്ചത്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ആരും അങ്ങനെ ഈസാ നബി എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് പറഞ്ഞൊക്കാകുമുണ്ട് എന്ന് രേഖപ്പെടുത്തിയ അഹ്ലുസ് സുന്നയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രാമാണികമായ ഒരു ഉദ്ധരണി വായിക്കാൻ കഴിയുമോ എന്നാണ് 9ാമത്തെ ചോദ്യം. ബാക്കി 8 ചോദ്യം ബാക്കിയാണ്. ഇത് ഉത്തരം പറയണേ. സലഫുസ്സാലിഹികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ കാരണം കൊണ്ടാണ് ഇത് ബിദ്അത്തായത് എന്നത് എവിടെ? അതല്ലേ ഉദ്ധരിക്കേണ്ടത്. സലഫുസ്സാലിഹികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിർത്തരുത്. അതേ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ, വാദത്തിൽ പറഞ്ഞതുപോലെ പതിവില്ലാത്തത് കൊണ്ട്, താബിഈകൾക്ക് പതിവില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം ബിദ്അത്തായത് എന്നവരാരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ബിദ്അത്തിന്റെ നിർവചനത്തിൽ ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞ കാര്യം എന്താണ്? മുഖാലഫത്തുൻ നുസൂസ് ഉണ്ടാകണം, ആധികാരിക പ്രമാണങ്ങളോട് എതിരാകണം. ആ പ്രാമാണികമായ എതിരികളെ അവർ കണ്ടെത്തും. എന്തുകൊണ്ട് പ്രമാണങ്ങളോട് എതിരാകും? എന്തുകൊണ്ട് പ്രമാണങ്ങളോട് എതിരാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ബിദ്അത്ത് എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവരൊക്കെ നിങ്ങൾ പറഞ്ഞ വാദക്കാരായിരുന്നുവെങ്കിൽ ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിനെ എതിർക്കുമായിരുന്നു. നോക്കൂ, ഈ ആധികാരിക പ്രമാണങ്ങളോട് എതിരുണ്ടാകുമ്പോൾ മാത്രമേ അത് ബിദ്അത്താവുകയുള്ളൂ എന്ന് പറഞ്ഞതാരാണ്? ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാ ഇബ്നു തൈമിയ്യയും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ്യക്ക് പോലും അറിയാം, ഇബ്നു തൈമിയ്യക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അലി റളിയല്ലാഹു അൻഹു റഹ്മത്തിന്റെ തഅരീഫിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ എന്ന്. എന്റെ പ്രിയപ്പെട്ട മൗലവി, ഇങ്ങനെ ഉരുണ്ടുമറിയാനായിട്ട് ഓരോന്ന് പറയരുത്. ആ തഫ്സീർ വളരെ ഗരീബാണെന്നും അത് വളരെ ഗരീബായ റിവായത്താണ് എന്നൊക്കെ മുഫസ്സിറുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അവിടെയൊക്കെ പറയുന്ന കാര്യം എന്താ അറിയോ? ഇതാ ഖുർആൻ ഇങ്ങനെ എടുത്ത് മറിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഇബ്നു തൈമിയ്യ സദഖ കൊടുത്തതുപോലെ ഖുർആൻ ഇങ്ങനെ മറിച്ചു വെക്കുക, എന്നിട്ട് ആയത്തെടുക്കുക, എന്നിട്ട് സദഖ കൊടുക്കുക. ആ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ KM മൗലവി ചെയ്തതുപോലെ, EKM മൗലവി ചെയ്തതുപോലെ, 950കളിൽ അൽമനാർ പറഞ്ഞതുപോലെ, ഇതാ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇമാം പറഞ്ഞിട്ടുണ്ട്, ജുംഹൂറും പറഞ്ഞിട്ടുണ്ട്. ആ ജുംഹൂർ എന്താ ഇവിടെ പറയാത്ത? നമ്മളെ മൂസ സലാഹി അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. മുമ്പ് എപ്പോഴും ഇടക്കിടക്ക് ജുംഹൂർ പറയുന്ന ആളാണ്. എവിടെ ആ ജുംഹൂർ? ഇവിടെ ഇല്ലല്ലോ. ആ ജുംഹൂറിന് നിങ്ങളുടെ അൽ ഇർഷാദ് തന്നെ എതിരാണ്. നിങ്ങളുടെ ആ വാദം നിലനിൽക്കുകയില്ല, അൽ ഇർഷാദ് കൊണ്ട് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മുഹറഫായ നിലപാടാ പറയുന്നത്, വൈകല്യമുള്ള, പിന്നീട് നിങ്ങൾ ആധുനികതയ്ക്ക് വേണ്ടി നവീകരിച്ച നിലപാടാ പറയുന്നത്. ആ നിലപാട് ഖാദിയാനിസത്തിന്റെ നിലപാടാണ്. ആ നിലപാട് ഖുർആനിസ്റ്റുകളുടെ നിലപാടാണ്. ആ നിലപാട് ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ നിലപാടാണ്. ആ നിലപാട് നിങ്ങൾ തന്നെ അഖ്ലാനിയാണെന്ന് പറഞ്ഞ റഷീദ് റിളയുടെ നിലപാടാണ്. അതല്ലാത്ത ഒരു നിലപാട് അവിടെ ഇല്ല. ഇനി ശറഈയായ ബിദ്അത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യമുണ്ടായത്. അവിടെയും ഞങ്ങൾ പറയുന്നു, ശറഈയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനമായ ഉസൂലുകളോട് എതിരാവുക എന്ന കാര്യമാണ്. ഉസൂലുകളോട് എതിരാകണം. അത് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വാദപ്രകാരം ബിദ്അത്തിനെ എതിർക്കാൻ വേണ്ടി കിതാബുണ്ടാക്കിയ ഇമാമിങ്ങൾ അവർ തന്നെ നബിദിനാഘോഷത്തെ സപ്പോർട്ട് ചെയ്യാണ്. അത് വിരോധാഭാസല്ലേ? അവരെന്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ബിദ്അത്തിന് പ്രാമാണികമായി ഇവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു നിലപാടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരികമായ നിലപാടുകളോട്, ഉസൂലുകളോട്, നുസൂസുകളോട് എതിരാകണം. ഏത് നസ്സിനോടാണ് എതിരായത്? അത് ചോദിക്കേണ്ടതെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ ചോദ്യാവസരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കൃത്യമായി ചോദിച്ചിരുന്നു. നിങ്ങൾ അത് ശിർക്കാണെന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പറയൂ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അതിന് ആയത്തുകൾ ഓതണമെന്ന് അപേക്ഷിക്കുകയാണ്. ചോദിക്കാൻ ഞങ്ങൾക്ക് അവസരമില്ലല്ലോ, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിന് ഇതാ നബിദിനാഘോഷം എതിരാണ്, ഇന്ന ഹദീസിനെതിരാണ്, ഇന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ നസ്സിനോട് എതിരാണ്, ഇതാ ഇന്ന ആയത്തുകളുടെ ഘടകവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ പറഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിനിടയിൽ പരിശുദ്ധ ഖുർആനിന്റെ നസ്സിനോട് നബിദിനാഘോഷം എതിരാണെന്ന് പറയുന്ന ഒരൊറ്റ ഇമാമിനെ ഹാജരാക്കുക നിങ്ങൾ, അല്ലേ? ഈ ചോദ്യം വെറുതെ ചോദിക്കുകയല്ല. നിങ്ങളോട് KNMകാര് നിങ്ങളുടെ റബ്ബനസ്തം
താഴേക്ക് നിങ്ങൾ വസീലത്ത് ശിർക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇതിൽ പെടൂല എന്നുള്ളതിന്റെ ആയത്തവിടെ തെളിവ് എന്ന് ചോദിച്ചിരുന്നു. അതേ നളീറാണ് ഈ ചോദ്യവും. ഇത് ശിർക്കാണെന്നതിന് ആയത്തെവിടെ? ഇത് പാടില്ലെന്നതിന് ആയത്തെവിടെ? ഹദീസ് എവിടെ? ആ ചോദ്യമല്ല, നിങ്ങൾ ശ്രോതാക്കൾ ആലോചിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ആയത്തിനോട് എതിരാകുമ്പോൾ, ഹദീസിനോട് എതിരാകുമ്പോൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം എതിർക്കപ്പെടേണ്ടതുള്ളൂ. ഇനി ഭാഷാപരമായി നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ശറഈൽ സുന്നത്താണ്, അത് ശറഈൽ പുണ്യകരമായ കാര്യമാണ്. അപ്പൊ നബിദിനാഘോഷത്തിന്റെ പുണ്യകരമാണെന്ന് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ മനസ്സിലാക്കി, ഇമാം സുയൂത്തി തങ്ങൾ മനസ്സിലാക്കി, സഹാബി തങ്ങൾ മനസ്സിലാക്കി, കെ.എം. മൗലവിയും ഇ.കെ. മൗലവിയും മനസ്സിലാക്കി. ഫൈസൽ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു അക്ബർ. അതിനെ വേണ്ട, അല്ലാഹു അക്ബർ. അപ്പൊ എന്താ ചോദിച്ചത്? ശറഈയായ ബിദ്അത്തിൽ നല്ലതും ചീത്തയുണ്ട് ആര് പറഞ്ഞു? അതിന് ഉത്തരമില്ല. ലുഗവിയായ ബിദ്അത്ത് നല്ലതുണ്ട്, അത് ശറഈയായി നല്ലതാ. അതല്ലേ മുനാദറ, അതല്ലേ സംവാദം. അതല്ല ചോദിക്കുന്നത്. ശറഈയായ ബിദ്അത്തിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് വേർതിരിച്ച ആരാ ഉള്ളത്? ഫതാവുൽ ഹദീസിയെ വെച്ചാണ് ചോദിച്ചത്. ഇബ്നു ഹൈതമി ഫതാവുൽ ഹദീസി പറഞ്ഞു, ശറഈയായ ബിദ്അത്ത് മുഴുവനും മദ്മൂമത്താണ്, എല്ലാം ആക്ഷേപകരമാണ്, അത് നല്ല ഒന്നില്ല. ബിദ്അയായി നല്ലതെന്ന് പറയാൻ പറ്റുന്ന ലുഗവിയത്തിൽ മാത്രമേ ഉള്ളൂ, ഭാഷാപരമായത് മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നെ അലി ഇബ്നു അബീ ത്വാലിബിന് തഫ്സീർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഗരീബായ തഫ്സീറാണ്. എന്താറിയോ, രണ്ടും ഇമാം സുയൂത്തിന്റെ അൽ-ഹാവി ഫത്താവ ഇമാം സുയൂത്ത്, അത് ഗരീബല്ല. അതേ സുയൂത്തിന്റെ ദുറുൽ മൻസൂർ, അത് ഗരീബ്. അതെന്താ ഗരീബാൻ കാരണം? ഇത് മാത്രമല്ല, അതേ സനദിലാണ് നബിയും പറഞ്ഞത്, അതേ സനദിലാണ് ഇബ്നു അബ്ബാസ് ഖുൽ ബിഫദ്ലില്ലാഹി എന്ന ഫദ്ൽ ഖാല അന്നബിയു, നബിയാണ്. വബിറഹ്മത്തിഹി ഖാല അലി ഇബ്നു അബീ ത്വാലിബ്, അത് അലി ഇബ്നു അബീ ത്വാലിബാണ്. അപ്പോൾ ഫദ്ൽ നബി, റഹ്മത്ത് അലി, റഹ്മത്ത് അലിന് ഗരീബ്. മറ്റതോ അത് വല്ല ഉസാർ. എന്ത് അസ്ലാം മുസ്ലിം ഇതൊക്കെ അവനാന് പറ്റാത്തൊക്കെ ഗരീബും മുങ്കറേറ്റ് ഒഴിവാക്കുക, അല്ലാത്തൊക്കെ ഒരു ഹസനത്തായി കാണാം. ഇതൊന്നും ന്യായമല്ല എന്നേ പറയാനുള്ളൂ. ഏതായാലും മൂപ്പർക്ക് ജിന്നും വസീലസുഖം ഇങ്ങനെ തലീകൾ തിരിയുണ്ട്, വല്ലാതെ അത് ബേജാറായിട്ട് കാര്യമില്ല. ആശ്രയപ്പെടുത്താൻ ശരിയാവും. കിതാബൊക്കെ പഠിക്കുമ്പോൾ ചില തൗഫീഖ് വേണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ആ നിലക്ക് നല്ല ഇന്ന് പഠിച്ചാൽ അതൊക്കെ ക്ലിയർ ആയിക്കോളും. ക്ലിയർ ആവാത്ത പ്രശ്നമൊന്നുമില്ല. ഏതായിരുന്നാലും അവസാനത്തെ ചോദ്യമാണ്. ഇത്ര തവണ ആവർത്തിച്ച് നാം ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചു. നബിക്ക് പരിചയമില്ല, സഹാബിക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തമിഴ് താബികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമികൾക്ക് പോലും പരിചയമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്തെങ്കിലും പ്രതികരണം അതേക്കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇനി എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വളച്ചുകെട്ടിയ നേരെ ഒരു അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതിനെങ്കിലും ഒരു ഉത്തരം പറയണമെന്ന അഭ്യർത്ഥനയോടുകൂടി ബാക്കി ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ഒന്നിനും കൃത്യമായി ശരിയായ രീതിയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. തൽക്കാലം എന്തൊക്കെ പറഞ്ഞു എന്ന് വരുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. അവിടെ ഏറ്റവും ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരൊറ്റ ചോദ്യം, അതെങ്കിലും ഉത്തരം പറയണേ. ഉത്തമ തലമുറയിൽപ്പെട്ട സ്വഹാബിമാരും താബികളും തമിഴ് താബികളും ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതുമുണ്ടോ? ഒറ്റ ചോദ്യം, വേറൊന്നുമില്ല. അങ്ങനെ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? അതുണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കാമെന്ന്, ഇല്ലെങ്കിൽ അവർക്ക് പരിചയമില്ല എന്ന് ഇമാമിങ്ങൾ മുഴുവൻ എഴുതിയ അബൂ ശാമ മുതൽ സുയൂത്തി മുതൽ ഇബ്നു ഹജർ ഹൈതമി മുതൽ അസ്ഖലാനി ഇമാം മുതൽ എല്ലാവരും പറഞ്ഞ ആദ്യ തലമുറ ഇല്ല എന്ന് എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ആ യാഥാർത്ഥ്യം ഒന്നുകൂടെ സ്ഥിരപ്പെടുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശ്രമങ്ങളെ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഈ രണ്ടാമത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വിസ്ഡത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള അവസരവും അവസാനിച്ചിരിക്കുന്നു. ഇനി സുന്നി പക്ഷത്തു നിന്നുള്ള ഒരു മറുപടി കൂടി ബാക്കിയുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ചോദ്യോത്തര വേള അവസാനിക്കുകയാണ്. അതിനുശേഷം ഈ സമയത്തിനിടയിൽ ഇനി ഞങ്ങളിവിടെ മധ്യസ്ഥന്മാർ ഒരു നറുക്കുകൂടി എടുക്കും. അത് ഇവിടുത്തെ അവസാനത്തെ സമാപന സന്ദേശങ്ങൾ നൽകാനാണ്. അപ്പോൾ അതാരാണ് ആദ്യം എന്നുള്ളത് ഞങ്ങളിവിടെ നറുക്കെടുക്കും. അതിനുശേഷം രണ്ട് വിഭാഗത്തിനും അവലോകനത്തിന് 10 മിനിറ്റ് വീതം അവലോകനത്തിനുണ്ടാവും. അതോടുകൂടി വളരെ സമാധാനത്തോടു കൂടി നിങ്ങൾ മുഴുവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. എല്ലാവരും ഇവിടുന്ന് വളരെ സമാധാനത്തോടു കൂടി പുറത്തിറങ്ങി നമ്മുടെ ഈ പരിപാടി, ഇവിടെ ഇന്നത്തെ പരിപാടി പരിപൂർണമായും അവസാനിക്കണം. പിന്നെ ഇവിടെ സംസാരിച്ച് നിൽക്കുകയോ മറ്റൊന്നും ചെയ്യരുത് എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ശറഈയായ ബിദ്അത്തിനെ വിശദീകരിച്ച ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ് ഫതാവൽ ഹദീസിയയിൽ പറയുന്നത് മൗലിദാഘോഷം സുന്നത്താണ്, പുണ്യകർമ്മമാണ്. അൽ മവാലിദു വൽ അദ്കാറു അല്ലതി തുഫ്അലു ഇൻദനാ അക്സറുഹാ മുസ്തമിലുൻ അലാ ഖൈറിൻ കസദഖത്തിൻ വദിക്രിൻ വസലാത്തിൻ വസലാമിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ശരഈയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തുൻ നുസൂസാൻ, പ്രമാണങ്ങളോട് വിരുദ്ധമാകുമ്പോഴാണ് ബിദ്അത്താകുന്നത്, ദുരാചാരമാകുന്നത്. പ്രമാണങ്ങളോട് യോജിക്കുന്നത് അതൊരിക്കലും ദുരാചാരമാകുന്നില്ല. ഇവിടെയാണ് നിങ്ങളുടെ അസ്ല് വ്യത്യസ്തമാകുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു എന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. ആ വിശദീകരണം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഈ ആയത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ തഫ്സീർ എന്ന് പറയുന്നത്. അത് ഗരീബായ തഫ്സീറാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന ആലൂസി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതിൽ പറയാനുള്ളത് ഒരു പുടുത്തുമില്ല. ഇതിൽ ജുംഹൂറായ മുഴുവൻ മഹാരഥന്മാരും അഇമ്മത്തും നബിദിനാഘോഷം പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തി നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിൽ ഇവർക്കൊക്കെ സ്വീകാര്യനായ അൽ മുജദ്ദിദ് അൽ ഫിസാനി ഇമാം സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവരവരുടെ പാഠപുസ്തകത്തിൽ എഴുതിയതാണ്. ഇന്ത്യൻ ഇസ്ലാഹി പ്രബോധകരിൽ ഒന്നാമത്തെ ആൾ മഹാനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയാണെന്ന്. അദ്ദേഹം നിര്യാതനായത് ഹിജറ 1034 അത് കഴിഞ്ഞ് ഷാ വലിയുല്ലാഹി ദഹ്ലവി ഇന്ത്യൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഊർജം നൽകി. ഈ രണ്ടു മഹാന്മാരും നബിദിനാഘോഷം ആഘോഷിച്ചവരും അത് പുണ്യകർമ്മമാണെന്ന് രേഖപ്പെടുത്തിയവരുമാണ്. പിന്നെ ഇവരുടെ വാദത്തെയാണ് നമ്മൾ ഇതുവരെ അഭിസംബോധന ചെയ്തത്. നിങ്ങൾ ആലോചിക്കേണ്ടതും ആ വിഷയമാണ്. സ്വഹാബത്തോ ഇമാമീങ്ങളോ ചെയ്യാത്തതെല്ലാം ദുരാചാരമാണ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ സമയത്ത് ചോദ്യത്തിൻ്റെ സമയത്തും ഉത്തരത്തിൻ്റെ സമയത്തും വളരെ കൃത്യമായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മാനദണ്ഡപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിൻ്റെ കാലത്തില്ല എന്ന മാനദണ്ഡപ്രകാരം ദുരാചാരമാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ ഇബ്നു തൈമിയെ നിങ്ങൾ മുബ്തദിയായി പറയേണ്ടി വരും. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ മുബ്തദിയാണെന്ന് വിളിക്കേണ്ടി വരും. മൗലിദാഘോഷത്തെ വിശദമായി ചർച്ച ചെയ്ത മഹാന്മാരായ അയിമ്മത്തിനെ മുഴുവൻ മുബ്തദികളാണെന്ന് പറയേണ്ടി വരും. ഇത് പറഞ്ഞപ്പോൾ പിന്നെ ക്രിസ്മസാണുള്ളത്. നബിദിനം ഏകദേശം അൽഹംദുലില്ലാ അത് റെഡിയായി കഴിഞ്ഞു. അത് ജുംഹൂറും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് അവരുടെ രേഖകൾ വെച്ച് നമ്മൾ സംസാരിച്ചു. ഏതായാലും അൽഹംദുലില്ലാ ഈ സംവാദം ചെറുവാടിയിൽ അവസാനിക്കുമ്പോൾ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇതിൻ്റെ രേഖ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൻ്റെ രേഖയായി പറഞ്ഞത് അക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അഖീഖ തറുത്തിയിട്ടുണ്ട്. അത് മൗലിദാഘോഷത്തിൻ്റെ പ്രമാണമാണെന്ന് ഇമാമുൽ അയിമ്മ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ അവസാനം ഞങ്ങൾ ഈ മറുപടിയുടെ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇമാമീങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇമാമീങ്ങൾ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം പുണ്യനബി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖീഖ തറുത്തത് എന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചു വച്ചത് നിങ്ങൾ പറഞ്ഞ ദലീൽ ഒരു കാര്യം, അത് ദുരാചാരമാകാൻ പറഞ്ഞ മാനദണ്ഡം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല, സ്വഹാബത്തിൻ്റെ കാലത്തില്ല എന്ന മാനദണ്ഡം വെച്ച് ഒരു സംഗതി ദുരാചാരമാണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തിലെ ബിദ്അത്താണ്.